നമസ്കാരം, വെൽക്കം ടു തീരറ്റ്സ് പോഡ്കാസ്റ്റ് റിവ്യൂ ഷോ. ഇന്നത്തെ പോസ്റ്റ് മാച്ച് റിയാക്ഷൻ, ലൈവ് റിയാക്ഷൻ കാണുന്നപ്പോൾ ഞങ്ങൾ കുറച്ച് കടുപ്പം കൂടി എന്നൊക്കെ ഫാൻസുകാരുടെ അഭിപ്രായമുണ്ട്. കടുപ്പം കൂടിയതല്ല, മാച്ചിന്റെ ഫ്രസ്ട്രേഷൻ ആണ്. ഞാനായതുകൊണ്ട് അത്രയും പറഞ്ഞുള്ളൂ. ഗണേശൻ ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങളുടെ ഗ്രൂപ്പിലെ മറ്റാൾക്കാരുണ്ടായിരുന്നെങ്കിൽ പലതും പറഞ്ഞേനെ. ഈ വീക്കെൻഡില് ഇതിപ്പോ നമ്മുടെ റിവ്യൂ ഷോ നമ്മൾ ലിവർപൂളിന്റെ മാച്ച് ഓബ്വിയസ്ലി പറയും. ലിവർപൂൾ മറ്റ് ടീമുകളുടെ മാച്ചുകളെല്ലാം നമ്മൾ റിവ്യൂ ചെയ്യും. നമ്മൾ പ്രിവ്യൂ ചെയ്ത പോലെ തന്നെ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയണമെന്ന് വെച്ചത് ഈ എപ്പിസോഡിൽ പറയുന്നു. സുദീപ് മലയാളമല്ലേ പഠിച്ചത്? ഡിഗ്രി ഡിഗ്രി മലയാളം അല്ല, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. ഇംഗ്ലീഷ് അല്ലേ? മലയാളം. ഞാൻ പറയാൻ പോയത്, എനിക്ക് ലിവർപൂളിന്റെയും സ്പേഴ്സിന്റെയും യുണൈറ്റഡിനെയും കളി കണ്ടിട്ട് തോന്നിയൊരു സാധനമാണ്. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതാനല്ലേ ഒരു വർണ്ണത്തിൽ ആശങ്ക. അതൊക്കെ മിക്ക ആൾക്കാർക്കും അറിഞ്ഞാണ്. അതൊക്കെ മിക്ക ആൾക്കാർക്ക് അറിഞ്ഞതാണ്. ഫേമസ് കോട്ട്സ് അല്ലേ അതൊക്കെ. അതെ അതെ, എനിക്ക് കൃത്യമായിട്ട് അതാ തോന്നിയത്. ഇത് തന്നെ അല്ലേ കണ്ടോണ്ടുന്നത്. എന്താണ് എല്ലാ 3 ടീമും എന്തൊക്കെയായിരുന്നു പ്രീ സീസണില്. ഞാനത് മറ്റേതിൽ പറഞ്ഞ പോലെ, മറ്റേ മമ്മൂട്ടിയുടെ സിനിമയില്ലേ, മമ്മൂട്ടി ഇരട്ട വേഷത്തില് ഫോട്ടോ വെച്ചിട്ട് ഒരു മമ്മൂട്ടിയുടെ മറുകുണ്ട്. രണ്ടും ഒന്നല്ല, ചെറിയ വ്യത്യാസമുണ്ട്. എന്റെയും സുദീപിന്റെയും ഒക്കെ അഭിപ്രായങ്ങള് ഓഡിയൻസ് ഇന്നലെ കേട്ടതാണ്. ഒക്കെ ഇന്ന് ഒരു രാത്രി ഉറങ്ങി, ഒരു പകൽ മുഴുവൻ ഉറങ്ങി, ഒന്ന് ആലോചിച്ച് തിരിച്ചു മറിച്ച് ആലോചിച്ച് നോക്കുമ്പോ റിസൾട്ട് വലിയ ക്ഷീണമുള്ള റിസൾട്ട് അല്ല. പക്ഷെ പെർഫോമൻസിനെ കുറിച്ചാണ് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്യൂ. ഗണേഷ, ഗ്രാവൻബർച്ച് ഓടുന്നു, പുറകെ സൊബോസ്ലൈ ഓടുന്നു. ഒരു സ്ക്രീൻഷോട്ട് കണ്ട് ഞെട്ടിപ്പോയി, പരസ്പരം കെട്ടിപ്പിടിച്ചിരിക്കുന്ന രണ്ടാളും. ഇറയോള ഫുട്ബോൾ കളിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഇറയോള പറയുന്നത് അനുസരിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. തീർച്ചയായും. കാരണം വെച്ച് കഴിഞ്ഞാല് ഇന്നലെ കണ്ടത് ഗ്രാവൻബർച്ച് ബോൾ ക്യാരി ചെയ്ത് പോകുമ്പോ മിഡ്ഫീൽഡില് ഒരു 2 ലൈൻ ഓഫ് ഡിഫൻസ് എന്തായാലും ഉണ്ടാവണം ഓപ്പണൻസ് കൗണ്ടർ അടിക്കുമ്പോ. ഇതാകെ ഒരു ലൈൻ ഓഫ് ഡിഫൻസേ ഉള്ളൂ, അത് 2 സെന്റർ ബാക്ക് മാത്രം. കാരണം വെച്ചാൽ വിങ് ബാക്സ് ഫുള്ളി കയറി പോയിട്ടുണ്ട്. അപ്പോ ഇവർ ആർക്കും ട്രാക്ക് ബാക്ക് ചെയ്യാനും പറ്റുന്നില്ല, അതിനുള്ള പേസ് ഇല്ല. ഞാൻ മറ്റേ പ്രിവ്യൂ സമയത്ത് പറഞ്ഞായിരുന്നു 1-3 എന്ന് പ്രൊഡിക്ഷൻ ചെയ്തപ്പോ എന്തുകൊണ്ടാ 1 ചോദിച്ചപ്പോ എലാങ്കാടെ ഒരു ഗോൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം മൂപ്പരുടെ പേസ് മാച്ച് ചെയ്യാനുള്ള പ്ലേയേഴ്സ് നമുക്കില്ല, തീർച്ചയായിട്ടും ഇല്ല. അപ്പോ ഞാൻ അത് പ്രൊഡിക്ട് ചെയ്തിട്ടാണ് ഞാൻ 1-3 എന്ന് പറഞ്ഞത്. പക്ഷെ ആ ഒരു പേസ് കണക്കിലെടുത്തിട്ട് ഇവർക്ക് ഒരു എക്സ്ട്രാ ലൈൻ ഓഫ് ഡിഫൻസ് മുന്നിൽ നിർത്തി. ഇതിപ്പോ സൊബോസ്ലയും മറ്റേ ഗ്രാവൻബർച്ചും തമ്മിൽ ഒരുവിധമായ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഞാൻ കയറുമ്പോ നീ ഇറങ്ങുക, അല്ലെങ്കിൽ നീ കയറുമ്പോ ഞാൻ പൊസിഷൻ ഹോൾഡ് ചെയ്ത് നിൽക്കുക. ആ ഒരു ഇതില്ലാതെ രണ്ടുപേരും കയറി പോകുന്നുണ്ട്. പക്ഷെ കയറിപ്പോയാൽ കുഴപ്പമില്ല, അവിടെ പോയിട്ട് ബോള് മിസ്സാവാതിരുന്നാ മതി. ഇരയോള പറയുന്നത് അതാണ്, വെൻ യു ഗോ ഹൈ അപ്പ് ദ ഫീൽഡ് ഡോണ്ട് ലൂസ് ദ ബോൾ. നമ്മള് അതായത് പ്രീ സീസൺ സമയത്ത് നമ്മൾ ഒരുപാട് പറഞ്ഞു, സെന്റർ ബാക്സ് 1v1 സിറ്റുവേഷൻസ് ഒരുപാട് നമുക്ക് വരുന്ന സാധ്യതയുണ്ട്, ലൈക്ക് ഓപ്പണൻസ് കൗണ്ടർ അടിക്കുമ്പോൾ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും വന്നത്. പക്ഷെ അത് വരുമ്പോ ഒരു മിഡ്ഫീൽഡർ കൂടെ ഒരു എക്സ്ട്രാ മാനായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. അതായത് ഇവര് കൗണ്ടർ ചെയ്യുമ്പോൾ ട്രാക്ക് ബാക്ക് ചെയ്യാതെ അവരുടെ മുന്നിൽ ഒരു പ്ലെയർ ഉണ്ടാവണം. ലൈക്ക് ലൈക്ക് ഗോൾ അടിക്കാൻ ചാൻസ് കിട്ടണമെങ്കിൽ ആ മിഡ്ഫീൽഡർ കഴിഞ്ഞ് വേണം പോവാൻ. ഇത് നമ്മളും ആ മിഡ്ഫീൽഡർ പുറകെ ഓടി വരികയാണ്. അപ്പോ അവർക്ക് ഈസിയാണ്, ലൈക്ക് 2 vs 3 ഒക്കെയാണ് വരുന്നത് മിക്കവാറും. കേക്കസും ഇറങ്ങാൻ പറ്റുന്നില്ല, പിന്നെ എന്റെ പേരെന്താ ഫ്രിംപോങ്ങിനും വരാൻ പറ്റുന്നില്ല. ഗ്രാവൻബർച്ച് ഞാൻ സത്യം പറയാലോ, ആ ഒരു ടേണ് ബോൾ ക്യാരി ചെയ്ത് പോയത് എല്ലാം 99.9% പെർഫെക്റ്റ് ആയിരുന്നു.
ബോക്സ് വരെ എത്തി. അവിടുന്ന് ഷൂട്ടാണ് ചെയ്യേണ്ടത്. ആരായാലും അടിക്കും. അവിടുന്ന് അവർ എന്താന്നറിയാതെ ഒരു പാസ് ചെയ്തിട്ട് എല്ലാരും മറ്റേ ഫീൽഡിന്റെ ഹൈ ഇതിലാണുള്ളത്. വിങ് ബാക്സ് മുതൽ മിഡ്ഫീൽഡേഴ്സ്, വിങ്ങേഴ്സ് എല്ലാരും ബോക്സിനകത്താണ്. കർക്കസ് ഓടി എങ്ങനെയോ എത്തി. എന്നിട്ടും എലാങ്കന്റെ കൂടെ പിടിക്കാൻ പറ്റിയില്ല. ഫ്രിംപാങ് പിക്ചറിൽ തന്നെ ഇല്ല. അപ്പോ നമ്മൾ എന്താ ചെയ്യാച്ചാൽ ഒന്നില്ലെങ്കിൽ ബോൾ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ മിഡ്ഫീൽഡേഴ്സ് പെർഫോം ചെയ്യണം, ഗെയിം റീഡ് ചെയ്യുന്ന പോലെ പെർഫോം ചെയ്യണം. അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഡെസിഷൻ മേക്കിംഗ് അടിപൊളിയായിരിക്കണം. അല്ലെങ്കിൽ പാസിങ് കറക്റ്റ് ആയിരിക്കുക, ഇല്ലെങ്കിൽ പൊട്ടിക്കുകയാണെങ്കിൽ പൊട്ടിക്കുക പോസ്റ്റ്, ഇല്ലെങ്കിൽ പണി പാളും. ഒരു മിഡ്ഫീൽഡർ എന്തായാലും ഡിഫൻസിന്റെ ഫ്രണ്ട് ലൈനിൽ ഉറപ്പായിട്ട് ഉണ്ടാവണം. എല്ലാരും കയറി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വിങ് ബാക്സ് വെച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ വിങ് ബാക്സ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതിനും ഭേദം ഡിഫെൻഡ് ചെയ്യുന്നതാണ് നല്ലത്. സത്യമായിട്ടും നമ്മുടെ ബൂക്കർത്തി ഒന്നും ചെയ്തില്ല. നമ്മുടെ മൂപ്പര് ഡിഫെൻസീവ്ലി കൈൻഡ് ഓഫ് ഗുഡ് ആയിരുന്നു. നന്നായിട്ട് ഡിഫെൻഡ് ഒക്കെ ചെയ്തു. പക്ഷെ ആകെയുള്ള ഒരു പോസിറ്റീവ് സാധനം ആ ഗെയിമിൽ ഒന്ന് എടുക്കുകയാണെങ്കിൽ ഗാക്പോ വാസ് ഗുഡ്. ആൻഡ് മറ്റേ ഇവരുടെയൊക്കെ കളി കണ്ടിട്ട് അരോഹോ വാസ് റിയലി റിയലി ഗുഡ്. ആ വന്ന സമയത്ത് അടിപൊളിയായിട്ട് ഡിഫെൻഡ് ചെയ്ത് മര്യാദക്ക് കളിച്ചു. അപ്പോ ഇതൊക്കെയാണ് ഒരു പോസിറ്റീവായിട്ട് ഒരു ടേക്ക് അവേസ് ഉള്ളത്. പക്ഷെ ഇത് ഇപ്പോൾ ഉള്ള സ്ക്വാഡ് വെച്ച് സ്റ്റിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. മൂപ്പരുടെ ടാക്ടിക്സ് ഫോളോ ചെയ്ത് കളിച്ചാൽ വി ക്യാൻ ഫിക്സ് ഇറ്റ്. ബട്ട് more additions will make it more fluid. യെസ്, 2 ഗോളും കണ്ടു കഴിഞ്ഞാൽ ഈ സിദ്ദിഖ് ലാൽ പടത്തിന്റെ ക്ലൈമാക്സ് പോലെ ഉണ്ടായിരുന്നു. എല്ലാരും ഓടുന്നു ഒരു ഭാഗത്തോട്ട്, പുറകെ കുറെ ആൾക്കാർ ഓടുന്നു, ഒരു കൺട്രോളും ഇല്ല. എന്താണ് അതിന്റെ കൂടെ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാം. ഇതിപ്പോ നമ്മുടെ ടീം പണ്ടേ ഉള്ളതാണ്. അതായത് ഇപ്പോ ലാറ്റിൻ അമേരിക്കൻ പ്ലേയേഴ്സ് മേ ബി യൂസ് ടു ഇറ്റ്. ലൈക്ക് ഫെബീനിയോ ആവട്ടെ, മക്കാലിസ്റ്റർ ആവട്ടെ, പിന്നെ ഫെർമീനോ ആവട്ടെ, ഇവരൊന്നും ഈ ടീമിന് വേണ്ടി യെല്ലോ കാർഡ് മേടിക്കുന്നത് ആലോചിക്കുക പോലും ഇല്ല. സിമ്പിൾ ആയിട്ട് അത് ചെയ്യും. ഈ എലാങ്കേനെയോ അല്ലെങ്കിൽ എലാങ്കയ്ക്ക് പാസ് കൊടുത്ത വിസ ഉണ്ട്, അതുപോലെ വില്ലോക്കിന് പാസ് കൊടുത്തതും വിസയാണ്. അപ്പോ ഈ ഫസ്റ്റ് ആ ഒരു പാസ് പോകുന്നതിന് മുന്നേ 1 for the ടീം എന്തായാലും അവിടെ ചവിട്ടി ഉണ്ടാവും. മെക്കാലിസ്റ്റർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചവിട്ടും. അത് ആർക്കും ചെയ്യാൻ തോന്നിയില്ല. നമ്മൾ ചെയ്യുന്നില്ല. ഐ റിമെമ്പർ ലൈക്ക് റിയൽ മാഡ്രിഡിലെ വാൽവെർഡെ ചാമ്പ്യൻസ് ലീഗ് മാച്ചില് മറ്റേ മൊറാട്ടനെ കാല് തട്ടിയിട്ടത്, റെഡ് കാർഡ് മേടിച്ച് പുറത്തു പോയി. പക്ഷെ പുറകിൽ നിന്ന് ഫ്രീ കിക്ക് അടിക്കണ്ടേ, പെനാൾട്ടി ആവില്ല. ഫ്രീ കിക്ക് ഒന്നും മൈൻഡിൽ ഓർമ്മിക്കാതെ ഇവന്മാര് വെറുതെ പുറകിൽ ഓടിയിട്ട് എന്ത് കാര്യം? ജസ്റ്റ് ടേക്ക് എ യെല്ലോ കാർഡ് ഫോർ ദ ടീം. അതൊന്നും ഈ ആലോചന ആർക്കും ഇല്ല. പ്രസൻസ് ഓഫ് മൈൻഡ്. അതെ, അവിടെ ഒരൊറ്റ ഫൗള് എന്താ ഫസ്റ്റ് ഇലയിലേ കിട്ടുള്ളൂ. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് അത് ആലോചിക്കുന്ന. മെക്കാലിസ്റ്റർ ആണെങ്കിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മെക്കാലിസ്റ്റർ നമ്മൾ ലേറ്റ് ആയിട്ടാ കൊണ്ടുവന്നു. ഇതില് ഒരു കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ലാറ്റിൻ അമേരിക്കൻ വേഴ്സസ് യൂറോപ്യൻ എന്ന് പറയുമ്പോൾ ഉള്ള വ്യത്യാസം എന്താ വെച്ചാൽ യൂറോപ്യൻസ് ആർ മോർ സ്ട്രക്ചേർഡ് ആസ് ഇൻ അവരൊരു ചട്ടക്കൂടിൽ അക്കാഡമിയിലൂടെ പറഞ്ഞ് പഠിപ്പിച്ച് ഇതാണ് ഫുട്ബോൾ, ഇങ്ങനെയാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തിയവരും. മറ്റേത് ബോൾ കിട്ടണമെങ്കിൽ ഐ വിൽ ഹാവ് ടു ടാക്കിൾ സംബഡി. ആ ഒരു സാധനം ഉണ്ടല്ലോ. ഈ ബ്രസീലിയൻ സ്ട്രീറ്റ്സിൽ കളിക്കുന്നില്ലെങ്കിൽ ഒരുവിധം എല്ലാം സ്ട്രീറ്റിൽ കളിച്ച് വളർന്ന പ്ലേയേഴ്സ് അല്ലേ. അവര് 10-ാം വയസ്സിൽ കളിക്കാൻ പോകുന്നത് 18, 30, 20, 25 വയസ്സായ വലിയ വലിയ മനുഷ്യന്മാരുടെ കൂടെയാണ്. സോ എനിക്ക് ബോൾ കിട്ടണമെങ്കിൽ ചവിട്ടേണ്ടി വരും. അത് 2 കൊള്ളേണ്ടി വരും, എന്നാലേ ഒന്ന് ബോൾ കിട്ടൂ. ആ ഒരു മെന്റാലിറ്റി വേഴ്സസ് എന്താ പറയാ 11 ഈ ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്നൊക്കെ പറയുന്നത് കളിയാക്കുന്ന പോലത്തെ ആ ഇങ്ങനെ തന്നെ കളിക്കണം. നിങ്ങൾക്ക് ഒരു ബോൾ കിട്ടിയാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പാസ് ചെയ്യണം. നിങ്ങൾക്ക് അവിടുന്ന് പാസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരെ പോകണം. അങ്ങനെ പറഞ്ഞ് ശീലമായി പഠിച്ച ശീലമായ ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ആണ് യൂറോപ്യൻ പ്ലേയേഴ്സ്. അത് മോശമാണ് എന്നല്ല പറയുന്നത്. പക്ഷെ ഈ കൈൻഡ് ഓഫ് ഇൻസ്റ്റിങ്സ് അവർക്ക് ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഒരാൾ ഓടുന്നുണ്ട്, അപ്പൊ ഞാൻ ഇപ്പൊ ടാക്കിൾ ചെയ്താൽ റെഡ് കാർഡ് അല്ല യെല്ലോ കാർഡ് മാത്രമേ കിട്ടൂ, അപ്പുറത്ത് ഒരാളുണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. ആ ഒരു ഇൻസ്റ്റിക്ട് ഉണ്ടാവില്ല. അത് പറഞ്ഞ് എത്തിക്കേണ്ടി വരും. അതും എഗൈൻ കോച്ച് ചെയ്ത് ഉണ്ടാക്കേണ്ടി വരും അങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ. അവിടെയൊക്കെയാണ് ഗ്രാവംബർച്ച് ആയാലും സൊബോസ്ലയ ആയാലും ഒക്കെ ഉള്ളത്. കാരണം അവര് അക്കാഡമിയിലൂടെ വളർന്ന് വന്ന പ്ലേയേഴ്സ് ആണ്.
അവർക്ക് ലാസ്റ്റ് ഡിച്ച് ടാക്കിൾസ് എന്ന സാധനമൊന്നുമില്ല. നിങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക, യു ട്രൈ ടു സ്ലോ ദം ഡൗൺ. ആ ഒരു ടൈപ്പ് ഒക്കെ കോച്ചിങ് ആണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ എന്തായാലും വരും. ഇറ്റ് പ്രോബ്ലി വിൽ ടേക്ക് സം ടൈം ആസ് വെൽ. പിന്നെ ഇതിൽ ഒക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫസ്റ്റ് ഗെയിം ഓഫ് എ ന്യൂ മാനേജർ. നമ്മൾ പല ടീമിന്റെയും പറയുന്നുണ്ട്. ഇപ്പം ഈവൻ ന്യൂകാസിലിന്റെ ആയാലും സിറ്റി അണ്ടർ മെറസ്ക ആയാലും എല്ലാം നമ്മൾ പറയുന്ന സാധനമാണ്, ഒരു പുതിയ മാനേജറാണ്. ആൻഡ് ദർ ആർ ഫ്യൂ സ്ക്വാഡ് ചേഞ്ചസ് ആസ് വെൽ. അതൊന്ന് മനസ്സിലാക്കി വരാനുള്ള ടൈം എടുക്കും. സോ ആ ഒരു ടൈം ഈവൻ ലിവർപൂളിനും എടുക്കും. ഇന്നലത്തെ കളി മോശമായിരുന്നു വെച്ചാൽ മോശമാണ്, പക്ഷെ ഇറ്റ്സ് നോട്ട് വേഴ്സ്റ്റ്. ഒരു ഇന്റൻഷൻ ഉണ്ട്, സിങ്ക് ഇല്ല. ഇപ്പൊ ഇന്നലെ ഗ്രാവംബർച്ച് പോയ, നേരത്തെ ഗണേഷ് പറഞ്ഞ ഗ്രാവംബർച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഗ്രാവംബർച്ചിനോട് പോവണ്ട, അല്ലെങ്കിൽ ഒരു ഡി എമ്മിനെ പിടിച്ചിട്ട് ഡി എം നീ ഫുൾ ടൈം അവിടെ ഇരിക്കുക എന്ന് പറയുന്നതല്ല ഇതേയുള്ള സിസ്റ്റം. ഗ്രാവംബർച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കേക്കേഴ്സും ഫ്രിംപോങ്ങും ബാക്കോട്ട് ഇറങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ വേർഡ്സോ സൊബോസ്ലോ രണ്ടിലേതും ഒരാൾ ബാക്കോട്ട് ഇറങ്ങണം. ദേ നീഡ് ടു നോ, ഓക്കെ ഗ്രാവംബർച്ച് ബോളും കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്, ദർ ഇസ് എ ചാൻസ് ഫോർ ഹിം ടു സ്കോർ സംതിങ് ഓർ അസിസ്റ്റ് സംതിങ്. അങ്ങനെയാണെന്നെങ്കിൽ ഇവർക്ക് പകരം ഞാൻ ബാക്കോട്ട് വരണം എന്നുള്ളത് ഇൻ ഗെയിം അവർക്ക് സിങ്ക് വരണം. അത് വരണമെന്നുണ്ടെങ്കിൽ 2-3 മാസം എടുക്കും. ഒക്ടോബർ വരെ ഈ ഒരു പിങ് പോങ് ഓഫ് ഗെയിംസ് എന്തായാലും ഉണ്ടാവും. കാരണം ആർക്കും ഒരു ഐഡിയ ഇല്ല ആരെങ്ങോട്ട് പോകുന്നു എന്നുള്ളത്. ഈവൻ ഇന്നലത്തെ ഗ്രാവംബർച്ചിന്റെ ഫസ്റ്റ് പാസ് കൊടുക്കുമ്പോൾ നമ്മൾ 3 മാൻ മിഡ്ഫീൽഡ് ആയിട്ട് കൂട്ടുകയാണ് വിചാരിക്കുക. അതായത് വേർഡ്സ്, സോബോസ്ലായി, ഗ്രാവംബർച്ച് മിഡ്ഫീൽഡാണ് കൂട്ടുന്നതെങ്കിൽ വേർഡ്സ് ഹൂ ഇസ് ദ നമ്പർ 10 വാസ് ദ ഡീപ്പസ്റ്റ്. ബാക്കി 2 അതിന് മുന്നിലുണ്ടത്. അവിടെ ആകുമ്പോൾ അവർക്ക് മനസ്സിലായി തുടങ്ങണം, ഓക്കെ ഞാനല്ല ഓടിയത്, മറ്റവനാണ് ഓടുന്നത്, ഇപ്പൊ ഞാനിപ്പോ ബാക്കോട്ടേക്കാണ് ഓടേണ്ടത് എന്നുള്ളതൊക്കെ. അത് വരുന്നവരെ, ആ ഒരു സിങ്ക് വരുന്നവരെ ഇത് കുറച്ചു കാലം ഉണ്ടാവും, വേറെ വഴിയില്ല. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് നിങ്ങൾ ഇങ്ങനെയെന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റണമെന്നില്ലല്ലോ. സുദീപ, നമ്മളടക്കം ഈ എന്താ പറയാ ഫാൻസ് ഒരുപാട് പേർക്ക് ഫ്രസ്ട്രേഷൻ വരാൻ കാരണം ന്യൂകാസലിനെതിരായത് കൊണ്ടായി കൂടിയാണ്. കാരണം അവരും ഇതേ സിറ്റുവേഷനിൽ നമ്മളെക്കാട്ടും മോശം അവസ്ഥയിൽ, ഒരുപാട് പ്ലേയേഴ്സ് ഇല്ല, ഒരുപാട് പ്ലേയേഴ്സ് സെയിൽ ചെയ്തു, പുതിയ മാനേജർ അതും വന്നത് 15 ദിവസം മുന്നേ. അവരെതിരെ നമുക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് ശരിക്കും ഒരുപാട് ഫാൻസിനെ വിഷമിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു എനിക്കും അതാണ് ഇന്നലെ ഫീൽ ചെയ്തത്. അതായത് അവരുടെ മിഡ്ഫീൽഡ് വാസ് വെരി വീക്ക്. അവരെ പുതിയ പ്ലേയേഴ്സ് ഫസ്റ്റ് ടൈം കളിക്കുന്നു, 18, 19, 20 വയസ്സുള്ള പിള്ളേർ. സോ വി എക്സ്പെക്ടഡ് മോർ ഫ്രം ദിസ് ടീം വിത്ത് എ സെറ്റിൽഡ് മാനേജർ കമ്പയർഡ് ടു ന്യൂകാസിൽ എ സെറ്റിൽഡ് ടീം, അല്ലേ? അതെ അതെ അതെ. അതില് ഒരു കാര്യമുള്ളത്, അവർക്ക് മാനേജർ വൈകിയ വന്നത്, പുതിയ പ്ലേയേഴ്സ് ആണ്, യങ് പ്ലേയേഴ്സിന്റെ ഒക്കെ ശരിയാണ്. പക്ഷെ അവർക്ക് ചെയ്യാൻ എളുപ്പമുള്ള പണിയാണ് അവർ ചെയ്തത്. അതായത് പരമാവധി ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക, കൗണ്ടർ അറ്റാക്ക് ചെയ്യുക. അത് ഈ ഏറ്റവും എളുപ്പം കോച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ അങ്ങനെയല്ല. നമ്മുടെ ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ഒരു സിസ്റ്റം. ഇപ്പൊ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു കോർഡിനേഷൻ വേണം. ഒരാള് മൂവ് ചെയ്യണ അനുസരിച്ച് മറ്റേ ആള് മൂവ് ചെയ്തോളണം. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടാണ് മൂവ്മെന്റ്സ് വരുന്നത്. അപ്പോ അങ്ങനെ ഒരു സിസ്റ്റം ശരിയായി വരാനുള്ള സമയം എടുക്കും. അപ്പൊ ന്യൂകാസലിന് അതല്ല. ന്യൂകാസലിന് വൈകി വന്ന കാരണം അവരുടെ കോച്ചിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റൈലിലേക്കൊന്നും അവർ വന്നിട്ടില്ല. അവര് തൽക്കാലം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള വലിയ ടീംസ്, ചെറിയ ടീംസിന്റെ അടുത്തായിരിക്കും ചിലപ്പോൾ പരീക്ഷണമൊക്കെ നടത്തുക. അല്ലാണ്ട് ഇങ്ങനെയുള്ള മാച്ചൊക്കെ അവരെ എങ്ങനെ ചെയ്യുള്ളൂ. വലിയ ടീംസിന്റെ അടുത്ത് അവരെ ഈ ഒരു ഐഡിയ വർക്ക്ഔട്ട് ആവാൻ ചാൻസ് ഉള്ളൂ. പിന്നെ എനിക്ക് വേറെ കാര്യം തോന്നിയത്, നമ്മുടെ ഗെയിമില് കുറെ കൂടിയൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ വേറെ ഉണ്ട്. നമ്മൾ ഇന്നലെ അത് അത്ര ഇതിലേക്ക് പോയില്ല. പോസിറ്റീവ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞില്ല. ഞാൻ പിന്നെ പോസിറ്റീവ്സ് പറയാനിരുന്ന മോശമല്ലേ. അപ്പൊ പോസിറ്റീവ്സ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ റിസൾട്ട് 1-1 എന്നുള്ളത്, അല്ല മീൻസ് 2-2 ഡ്രോ ആയിട്ടുള്ള റിസൾട്ട് ഓഫ് കോഴ്സ് അതിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ അത് മാത്രല്ല, ഇപ്പൊ ഞാൻ ഒരു ഗ്രൂപ്പിൽ കണ്ടതാ, അത് എനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നി. അതായത് ഇസാക്ക് 90 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു ലിവർപൂളിന്റെ ഒരു മാച്ചിൽ. അത് ഒരു വർഷം മുമ്പ് സൈൻ ചെയ്താണെന്ന് ആലോചിക്കുക. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയില് സമയത്ത് വന്നതാ. എന്നിട്ട് ഇപ്പോഴാണ് 90 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഈ സീസണിലെ ആദ്യത്തെ മാച്ചിൽ തന്നെ 90 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് വലിയ സംഭവമാണ്. പിന്നെ നമ്മള് വേർഡ്സിന്റെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു. വേർഡ്സ് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പന്ത് റിലീസ് ചെയ്യണം, ഓടി അടുത്ത പൊസിഷനിലേക്ക് മാറണു. അങ്ങനെയുള്ള ആ ഒരു സ്പീഡ് വേർഡ്സിന്റെ ഗെയിമിലുണ്ട്. അതെല്ലാവരും അതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം അത് ഇന്നലെ പറഞ്ഞു. പിന്നെ ഫ്രിംപോങ് ഡിഫെൻസീവായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ മുനിയോസിന്റെ ഇമ്പാക്ട്, അത് എറിയോളെ എടുത്തു പറഞ്ഞു. മുനിയോസിന്റെ ഇമ്പാക്ട്
അടിപൊളിയായിരുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് കുറെ കൂടി ഡയറക്റ്റ് ആയിട്ട് ഓടുന്നു. ഇതിനു മുമ്പുള്ള ഒരെണ്ണം പെനാൽറ്റി ആയേനെ അതിനു മുമ്പ് വിസിൽ വിളിച്ചതുകൊണ്ട്. അപ്പം മുനിയോസ് അവിടെ ഈ ആഴ്സണലില് എനിക്ക് സോളിഡ്സ് ആയിട്ട് എനിക്ക് പെട്ടെന്ന് കമ്പാരിസൺ തോന്നിയത്. അതായത് പന്ത് കിട്ടിയ അപ്പൊ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക, അങ്ങനെ ഭയങ്കര അത്ര ഡയറക്റ്റ് ആയിട്ടുള്ള പ്ലെയർ, അല്ലാതെ വെച്ചുകൊണ്ടിരുന്ന് ബാക്കിലേക്ക് പാസ് ചെയ്യാൻ അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ ഒരു പ്ലെയർ നമുക്ക് വന്നു എന്നുള്ളതാണ്. പിന്നെ ലൂയിസ് കോമസ് വന്നിട്ടും നന്നായിട്ട് കളിച്ചിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ കോമസ് ഡിസർവ് ചെയ്യുന്നു ഈ സ്ക്വാഡിൽ നിൽക്കാൻ എന്നുള്ളത്. കാര്യം നമ്മൾ ഈ 3 സൈനിങ്സ് ഒക്കെ നടത്തി കഴിഞ്ഞ് കോമസ് നിൽക്കുമെന്നറിയില്ല, പക്ഷെ അതങ്ങനെ. പിന്നെ ചേസി എന്നൊരു സമയം ആയതുകൊണ്ടായിരിക്കും ന്യോനി ഇറങ്ങാത്തത്. ന്യോനി ശരിക്കും കുറച്ചും കൂടിയൊക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി അവിടെ ഇരുന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്താ പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ള മിഡ്ഫീൽഡില്. അപ്പൊ അത് മനസ്സിലാക്കി ന്യോനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് അത് സ്റ്റഡി ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കുറെ കാര്യങ്ങളുണ്ട്. ഷാക്കെ ഒന്നും കൂടിയൊക്കെ കുറച്ചും കൂടിയൊക്കെ ഫ്രണ്ട് ഫുട്ടഡ് ആവായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആദ്യത്തെ ഫസ്റ്റ് ഒരു 45 മിനിറ്റ്സ് നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലൊരു അത് വന്നില്ല. കാരണം അത് സമയമെടുക്കും. ഓഫ് കോഴ്സ് ഫസ്റ്റ് കോമ്പറ്റീറ്റീവ് മാച്ചാണ്, അതിലേക്ക് വരും. അപ്പോ എന്തായാലും ബാക്കി ഓവറോൾ ഇപ്പോ നമ്മള് പതുക്കെ ഇതിനും മോശം നമ്മളാവില്ല. അടുത്തതിൽ അത് കറക്റ്റ് ചെയ്ത് കുറച്ചുകൂടി നന്നാവും അങ്ങനെ നമ്മൾ പോകും. അതാണ് എന്റെ ഒരു എനിക്ക് തോന്നണ അങ്ങനെയാണ്. നന്നാവും എന്നുള്ളതല്ല, ഇതിലൊക്കെ സമയം എടുക്കണം. ഇന്നലത്തെ 2 ഗോള് നമ്മൾ എത്രത്തോളം നമ്മൾ കളി ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ മോശമാണ് എന്ന് പറയുമ്പോഴും ന്യൂകാസലിന് കിട്ടിയ 2 ഗോളും അവര് ബിൽഡ് പ്ലേ ഒന്നുമില്ല ചെയ്തത്. നമ്മൾ അവരെ ബോക്സിലേക്ക് ബോൾ എത്തിച്ചിട്ട് അവിടുന്ന് ഉണ്ടായ മിസ് പാസസ് ഇല്ലെങ്കിൽ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഓഫ് പാസിങ്, അവിടെ നിന്നാണ് കൗണ്ടർ വരുന്നത്. അല്ലാണ്ട് അവര് ഡോമിനേറ്റ് ചെയ്തു എന്ന് പറയുന്നത് പ്രോബബ്ലി ഒരു 10-15 മിനിറ്റ് ആയിരിക്കും. 90 മിനിറ്റ്സിൽ 10-15 മിനിറ്റ് അവര് ഡോമിനേഷൻ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി മോർ ഓർ ലെസ് വി ഹാഡ് ദ ഗെയിം. നമ്മൾ ഗോൾ അടിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു കൺസേൺ ആട്ടോ ബൈ ദ വേ. നമ്മൾ ഇന്നലത്തെ 4 ഗോളിലും നമ്മൾ അടിച്ച 1 പെനാൽറ്റിയാണ്, 1 ഗാക്പോന ലോങ് റേഞ്ചറാണ്. അവരൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഒരു പ്രോപ്പർ ഗോൾ എന്ന് പറയാൻ ഉണ്ടായിട്ടില്ല ഈ കളിയില്. 4 ഗോൾ അടിച്ചു കയറ്റി തന്നെയാണ്. ഇസാക്ക് നല്ല പൊസിഷൻസിൽ എത്തുന്നുണ്ടായിരുന്നു. ഇസാക്കിന്റെ ഒരു ഫിനിഷിംഗ് ഉണ്ടായില്ല എന്നുള്ളൂ. അത് ചിലപ്പോ അറ്റ്മോസ്ഫിയർ താങ്ങാൻ പറ്റാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല. അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ ആയതാണോ. എന്തായാലും ആ പൊസിഷൻസിൽ കറക്റ്റ് എത്തുന്നുണ്ട്. അത് കഴിഞ്ഞ സീസണിലെ അപേക്ഷിച്ച് ഭയങ്കര പോസിറ്റീവ് അല്ലേ. കാരണം കഴിഞ്ഞ സീസണിൽ ടച്ച് തന്നെ കുറവ്. ഇത്തവണ എങ്ങനെയാ, എത്ര ടച്ചസ് ഉണ്ടായി, എത്ര റൺസ് ഉണ്ടായി. അപ്പൊ അതൊക്കെ പോസിറ്റീവാണ്. ഗണേശ, സുദീപ് ഓബൻ പറഞ്ഞ പോയിന്റ് എനിക്ക് തോന്നുന്നതാണ് വാലിഡ്. 2 എണ്ണം മേടിച്ചു. ഈ 2 ഗോളും ഇറയുള്ള ബോളിൽ മേടിക്കേണ്ട ഗോളുകളാണ്, മേടിക്കാൻ സാധ്യത ഗോളുകളാണ്. പക്ഷെ നമ്മൾ 4 എണ്ണം അടിക്കണമായിരുന്നു. വി ഹാഡ് ചാൻസസ്, വി ഹാഡ് ടു ഫിനിഷ്. വേർഡ്സ് ആൻഡ് ഇസാക്ക് ഹാസ് ടു ഡെലിവർ. കാരഗറും കാരിനവിലൊക്കെ അജണ്ട വെച്ചിട്ട് കുറെ പറയുന്നുണ്ട്. പക്ഷെ അതിലുപരി എന്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഈ ഗാക്പോ ഉള്ളോട്ട് വരുന്നതോടുകൂടി വേർഡ്സിന് സ്ഥലമില്ലാത്ത ഒരു ഫീലിംഗ് എനിക്ക് വന്നു. എനിക്ക് അവിടെയാണ് നമുക്ക് ഈ പേസി വിങ്ങേഴ്സിന്റെ ആവശ്യം തോന്നുന്നു. കാരണം ഗാക്പോ നന്നായി കളിച്ചു, ഗോൾ അടിച്ചു. പക്ഷെ ഗാക്പോ എപ്പോഴും വരുന്നത് ഉള്ളോട്ടാണ്. ഉള്ളോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേർഡ്സിന് സ്പേസ് ഇല്ല. വേർഡ്സ് ഒന്നെങ്കിൽ വലിയണം, അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലെ പോലെ ഈ ബാക്ക് ഫോറിന് ഫ്രണ്ടിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഈ ഇസാക്കും. അവർ ഡിഫൻസ് സ്ട്രെച്ച് ചെയ്യുന്നില്ല. ആ സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ്, അതായത് അവരുടെ 2 ഫുൾ ബാക്സിനെയും വലിച്ച് അങ്ങോട്ട് വലിക്കുമ്പോഴാണ് സെന്റർ ബാക്സ് സ്ട്രെച്ച് ചെയ്യുന്നത്. ഇന്നലെ അവര് ചെയ്ത് കണ്ടില്ലേ, എലാങ്കയും ചെയ്ത പോലെ. നമ്മുടെ ഫുൾ ബാക്കിനെയും വാൻഡൈക്കിനെയും അവര് പൊസിഷനിൽ നിന്ന് സ്ട്രെച്ച് ചെയ്യിക്കാൻ നമുക്ക് പറ്റുന്നില്ല. വി ആർ ഓൾവേസ് ടേക്കിംഗ് ദ ബോൾ ടുവേർഡ്സ് ദം. നമ്മുടെ ബിൽഡപ്പ് പ്ലേ ഇസ് ടു സ്ലോ ഫോർ ഇറയോള ബോൾ എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ലൈക്ക് ഈ മിസ്പാസസ് ആണ് ഏറ്റവും വലിയ തോന്നുന്നത്. പിന്നെ ഈ ഗാക്പോ അകത്ത് കയറുന്നത് ഇഷ്യൂ ഒന്നുമില്ല. കാരണം അകത്ത് ഒരു പൊടിക്ക് അകത്ത് കട്ടിങ് ചെയ്ത് കയറുന്നത് മറ്റേ ഫുൾ ബാക്കിന് ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇയാൾ ഒരിക്കലും ഫുൾ ബാക്കിന് പാസ് കൊടുക്കൂല. പാസ് ചെയ്തിട്ടുണ്ട്, ഗെയിം നോക്കിയാൽ മതി, പാസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കർക്കസ് മര്യാദക്ക് ഡെലിവറി ചെയ്യാതെ ഇന്നലെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അകത്ത് കയറുന്നത് ഈ ലെഫ്റ്റ് ബാക്കിനെയും സെന്റർ ബാക്കിനെയും സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലെഫ്റ്റ് ബാക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് ബാക്ക് ഓവർലാപ്പിംഗ് റണ്ണറിന്റെ കൂടെ പോകും. അപ്പൊ വേർഡ്സ് ഫ്രീ ആവും. സംഭവം
നമ്മുടെ പൊസിഷൻസിൽ കുറച്ച് മാറ്റം വരുന്നല്ലാതെ. പക്ഷെ ഞാൻ പറയുന്നത് ഗാക്പോ ആ ഗോൾ അടിക്കുമ്പോ സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ടുള്ള ഒരു നാച്ചുറൽ പൊസിഷനിൽ വന്നിട്ടാണ് ബോൾ റിസീവ് ചെയ്തത്. അതും പറയണം. മൂപ്പരുടെ സപ്പോർട്ട് സ്ട്രൈക്കർ ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അപ്പോ ആ ഒരു പൊസിഷനിൽ എത്തി വേർഡ്സിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണ് ഗാക്പോ ചെയ്തത്. അതും നമ്മൾ പറയണം. വി വർ എക്സ്പെക്ടിങ് വേർഡ്സ് ടു ഡു ലൈക്ക് ദാറ്റ്. അപ്പോ ആ ഒരു പണി ഗാക്പോ മര്യാദയ്ക്ക് ചെയ്തു, കിട്ടി, സ്പേസ് കിട്ടി, പൊട്ടിച്ചു. അപ്പോ ഇതാണ് നമ്മൾ വേർഡ്സിന്റെ എക്സ്പെക്ട് ചെയ്യുന്നത്. വേർഡ്സ് ഷൂട്ട് ചെയ്യുന്നില്ല, പക്ഷെ ഇന്നലെ കുറെ ശ്രമിച്ചു, ഇല്ല എന്ന് പറയുന്നില്ല. ഷോട്ട് എടുത്തതൊക്കെ ബ്ലോക്ക് ചെയ്തു. പിന്നെ പറയാനുള്ളത് മേ ബി വി ക്യാൻ ഈവൻ ലൈക് ഗാക്പോനെ ആ ഒരു പൊസിഷനിൽ കളിപ്പിച്ചിട്ട് വേർഡ്സിനെ ലെഫ്റ്റ് വിങ്ങിൽ ഒരു മറ്റേ ബോൾ കാരിയറിന് പോലെ കൊണ്ടു നടക്കാൻ പറ്റും. ഹി ക്യാൻ റിയലി ലൈക് ഗിവ് ഗുഡ് പാസസ് ടു കെർക്കേസ്. പക്ഷെ കെർക്കേസ് മര്യാദക്ക് ക്രോസ് ചെയ്യണം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്നലെ ഒരു ഗ്രൗണ്ട് ബാൾ കൊടുക്കുന്നത് എയർ ബാൾ ആക്കി ഔട്ടിലേക്ക് അടിച്ചു. അത് കണ്ടിട്ട് എന്റെ കിളി പോയി. ഇസാക്കിന്റെ അതേ അവസ്ഥയായിരുന്നു എനിക്കും. അതായത് മര്യാദയ്ക്ക് ഒന്ന് ഉരുട്ടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാല് വെച്ച് ഗോൾ അടിക്കുമല്ലോ എന്ന് പറഞ്ഞു. അമ്മാതിരി ലെവലായിരുന്നു. അപ്പോ നമ്മളപ്പോ ഈ ടാക്ടിക്കൽ മറ്റേ പ്ലെയറിനെ മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ആര് കട്ട് ചെയ്ത് പാസ് കൊടുത്തു കഴിഞ്ഞാലും ക്രോസ് ചെയ്യേണ്ട മറ്റേ കഴിവ് ഫുൾ ബാക്സിന് വേണം. അപ്പോ കെർക്കസും ഇസാക്കും അവരുടെ പഴയ ക്ലബിന് മര്യാദയ്ക്ക് കളിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ബോളൊക്കെ കെർക്കസ് കണ്ണുമൂടി കൊടുക്കുന്നതാണ്. എനിക്ക് ഇപ്പൊ എല്ലാവർക്കും തോന്നുന്ന ആവശ്യം, ഇവരെന്താ നമ്മുടെ ടീമിൽ വന്നു കഴിഞ്ഞാൽ വീക്കായിട്ട് തോന്നുന്നതാണ് എല്ലാവർക്കും ഉള്ള ചോദ്യം. അതായത് ദീസ് ഗൈസ് വർ ഡൂയിങ് റിയലി ഗുഡ് ഇൻ ദെയർ പ്രീവിയസ് ടീംസ്. അപ്പൊ അതേപോലുള്ള സിറ്റുവേഷൻസ് ഇവിടെ വന്നുകൊണ്ട് എന്താ ചെയ്യാത്ത? നമ്മുടെ ടീമിൽ വന്നു കഴിഞ്ഞാൽ വി മൈ തിങ്ക് ദേ ആർ വീക്ക്. എന്തായാലും ഇസാക്കിനെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ തോന്നുന്ന പോലെ എനിക്കൊരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു. ലൈക് ദേ വർ റിയലി ഗുഡ്, ബട്ട് എന്താ ഇങ്ങനെ സംഭവിക്കുന്ന? ലൈക് ഈസി ചാൻസസ് ഒക്കെ ഒരുപാട് ചാൻസസ് ഇസാക്കി കിട്ടി, 2-3 കണക്ട് ചെയ്തില്ല. കണക്ട് ചെയ്തത് റഗ്ബി ഗോൾ പോസ്റ്റിൽ വരെ ഗോളാവുന്ന സംശയമുണ്ട്. അപ്പോ കുറെ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ സുദീപ് പറയുന്ന പോലെ ഇസാക്ക് ഗോൾ സ്കോറിംഗ് പൊസിഷൻസിൽ എത്തുന്നുണ്ട്. നമ്മൾ ഇസാക്കിനെ സ്ട്രൈക്കറായിട്ടാണ് മേടിച്ചിരിക്കുന്നേ. മൂപ്പര് എത്തിയില്ലെങ്കിൽ വേറെ ആരെത്താനാണ്? അപ്പോ അത് എത്തുന്നത് പോസിറ്റീവായിട്ട് കണക്കാക്കണ്ട. മൂപ്പരന്നെ എത്തണം, വേറെ ആരെത്താൻ? വേറെ ആരുമില്ല. അത് പോസിറ്റീവ് ഒന്നും അല്ല, മൂപ്പരുടെ ജോലി അത് തന്നെയാണ്. അപ്പോ ഐ റിയലി വിഷ് എക്കിറ്റിക്കെ വാസ് ദേർ യെസ്റ്റർഡേ. എന്റെ അമ്മേ, ഉണ്ടെങ്കിൽ തീർത്തേനെ. പക്ഷെ അപ്പോ നമുക്കുള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. ഐ തിങ്ക് ലൈക് നെക്സ്റ്റ് ഗെയിം ഓൾസോ ലൈക് വി മൈറ്റ് സ്റ്റാർട്ട് മെക്ക സ്റ്റാർട്ട് ആവുന്ന എനിക്ക് തോന്നില്ല. ലൈക് ഗ്രാവൻബർച്ച് ആൻഡ് സൊബോസ്ലൈ തന്നെ മതി. ആ ഡബിൾ പൈവട്ട് ഇട്ട് മര്യാദയ്ക്ക് സിറ്റ് ബാക്ക് ചെയ്ത് ബാക്കിയുള്ളവരെ എടുത്ത് അവന്മാരിൽ നിന്നിട്ട് ഫുൾ ബാക്സിനെ കയറി പോയി മേയിടാന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും കുറച്ചുകൂടെ നല്ല സ്റ്റെബിലിറ്റി കിട്ടും. സൊബോസ്ലൈ ആണെങ്കിലും ആരാണെങ്കിലും ഈ വേർഡ്സിന്റെ സ്പേസിൽ ഓക്യുപ്പൈ ചെയ്യുന്ന ഒരു ഫീൽ എനിക്ക് വന്നത്. ഐ തിങ്ക് സൊബോസ്ലൈയും ഗ്രാവൻബർച്ച് കുറച്ചൊന്ന് പിടിച്ചു കളിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ദർ വിൽ ബി ഇനഫ് സ്പേസ് ഫോർ എവറി വൺ. നോക്കാം എന്തായാലും. നെക്സ്റ്റ് വീക്ക് ഇറ്റ്സ് ഹോം അറ്റ് നോട്ടിംഗം ഫോറസ്റ്റ്. ഗ്ലാസ്നോട്ട് പണിയണം. ക്ലോസിംഗ് കമന്റ്സ് എന്തെങ്കിലും? അല്ല, ഇതില് ഗണേഷ് പറഞ്ഞതില് നീ പറഞ്ഞതിലും വേർഡ്സിന്റെ പൊസിഷൻ ബാക്കിയുള്ളവരെടുക്കുന്നു എന്നുള്ളതല്ല. ഇത് സൊബോസ്ലൈ ആയാലും ഗ്രാവൻബർച്ച് ആയാലും ഇരയോള സിസ്റ്റത്തിൽ അവർ മുന്നോട്ട് പോവണം. അവിടെ എന്താന്ന് വെച്ചാൽ ആരെങ്ങോട്ട് ഓടണം എന്നുള്ളതിൽ അറിയണം. അതായത് വേർഡ്സ് സെന്ററിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ സൊബോസ്ലൈ കുറച്ചുകൂടി ലെഫ്റ്റിലേക്ക് പോകണം. അതിനനുസരിച്ചിട്ട് കേർക്കസ് സൊബോസ്ലൈന്റെ കുറച്ച് ഇൻവേർട്ട് ആവണം. മറ്റേ വിങ്ങർ കുറച്ച് വിടുത്ത് കൊടുക്കണം. ഈ ഒരാള് മുന്നോട്ട് പോകുമ്പോഴേക്ക് 4 ആള് അതിനനുസരിച്ച് അങ്ങോട്ടും കൂടെ മാറണം. നമ്മള് 5ാം ക്ലാസ്സിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ ഓർമ്മയില്ലേ, ബോളിന് പുറകെ എല്ലാരും ഓടും, ബോൾ തിരിച്ചു വരുമ്പോ എല്ലാരും തേനീച്ചക്കൂടെന്ന് പറയും. ബോളിന് പുറകെ എല്ലാരും തിരിച്ചു വരും. ഏകദേശം അതുപോലെ ഉണ്ടായിരുന്നല്ലോ, 2 ഗോളും അതേപോലെയായിരുന്നു. ഓക്കെ, എന്തായാലും അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അത് മാറണമെങ്കിൽ സമയം എടുക്കും. കാരണം ആരെങ്ങോട്ട് ഓടണം എന്നുള്ളത് ട്രെയിൻ അല്ല. അവിടെ മേലെ 4 മിഡും കയറി കഴിഞ്ഞാൽ ഒരാൾ അവിടെ നിന്നിട്ട് സംഭവം ഗെയിം റീഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് ഒരു ലൂപ്പ് ഹോൾ ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതിപ്പോ എല്ലാരും ബോക്സിനകത്ത് കയറുന്നതുകൊണ്ടാണ് പ്രശ്നം. നിയോണി ആണെങ്കിൽ അത് വെടിപ്പായിട്ട് ചെയ്ത് തന്നെ ബോൾ സർക്കുലേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു ഓപ്പൺ ചാൻസ് കിട്ടുമ്പോ നമ്മൾ പ്രീ സീസണിൽ കുറെ കണ്ടാണ്. ലൈക്ക് ഈ ഗീവ്സ് ഡയറക്ട് പാസ് ടു ഇസാക്ക്. ആ ഒരു ഗ്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരു
ഒരു എന്താ പറയാ ഒരു പവർ പാസ് ചെയ്യും, സ്ട്രൈക്കറിന് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കും. അപ്പോ ആ ഒരു ഇതൊക്കെ ചെയ്യായിരുന്നു. ഇത് ഒരു വെത്തപ്പാടോടെ കളി എന്താ പറയാ ഒരു ഓവർ കോമ്പൻസേഷൻ ആയി തോന്നുന്നു. കഴിഞ്ഞ സീസൺ സ്ലോട്ടിന്റെ കീഴിൽ ഓടാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പം ബോക്സിൽ ആരും പോകുന്നുണ്ടായിരുന്നില്ല, ആരും ഓടാൻ പറ്റണ്ടേ, ഈ തിരിച്ചു സീസണിൽ ഓടണ്ടേ, അതാ പ്രശ്നേ. തിരികെ ഓടണ്ടേ, രാംബർച്ചിനെ കൊണ്ട് നടക്കില്ല. കഴിഞ്ഞ സീസണിൽ പക്ഷെ ആളുടെ ഈ ഗോൾ, അവന്മാരുടെ ഈ ഗോൾ കോൺട്രിബ്യൂഷൻസിന് മൂപ്പര് കോൺട്രിബ്യൂട്ട് ചെയ്തൊന്നു ശരിയാണ്. മൂപ്പര് മിസ്റ്റേക്സിലാണ് വന്നത്. ആദ്യത്തെ ഒരു മിസ് പാസ്, സെക്കൻഡ് ഒരു റബോണ പാസ് ഒക്കെ ട്രൈ ചെയ്ത് അതും അവന്മാരുടെ കാലിൽ പോയി. പക്ഷെ ഗെയിമിൽ അടിപൊളിയായിരുന്നു. കുറെ ടച്ചസും ടേൺസും പാസിംഗ് ഒക്കെ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. എക്സ്ട്രാ ആ 2 മിസ്റ്റേക്ക്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. കുറെ ചാൻസ് മറ്റേ ഗ്യാക്പോക്ക് പാസ് കൊടുത്തതും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. കിടിലനെ ഗെയിമൊക്കെ മര്യാദയ്ക്ക് കളിച്ചു. അപ്പാർട്ട് ഫ്രം ദാറ്റ് മിസ്റ്റേക്സ്, നമ്മൾ ഈ പൊസിഷൻ ഇല്ലായ്മയാണ് ഗോൾ വരാൻ കാരണം. ആ ഒരു പൊസിഷനിൽ ആളും ഇല്ല, എല്ലാരും ഇങ്ങനെ കയറി പോകുന്നുണ്ട്, അതാണ് പ്രശ്നം. അതൊരു പൊസിഷനിൽ ഒരു സ്റ്റാഗ്നന്റ് ആയിട്ട് ഒരാളെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും. അടുത്ത ഗെയിം വിൽ ബി ഹോപ്പ്ഫുള്ളി ബെറ്റർ. അടിപൊളിയായിട്ട് കളിക്കും അടുത്ത ഗെയിം. യെസ്, കഴിഞ്ഞ തവണത്തെ നമ്മുടെ പ്രഡിക്ഷൻസ് എല്ലാം തെറ്റി, അതുകൊണ്ട് ആർക്കും പോയിന്റ് ഇല്ല. ഞാൻ 1-3 പ്രഡിക്ട് ചെയ്തു. 1-1 ആയപ്പോ ഇനി നമ്മൾ 2 അടിക്കുന്നു വിചാരിച്ചു, അവന്മാരടിച്ച്. ഞാൻ 3-2 പറഞ്ഞു. ഞാൻ അവസാനം അവര് യെസ് വിൽ മൂവ് ഓൺ ടു ഹൾ സിറ്റി ആയോ? എന്താണ് സ്പെല്ലിംഗ് ഒക്കെ തെറ്റ്, മൊത്തം തെറ്റ്. സിറ്റിയുടെ ഈ പ്രൊമോട്ടഡ് ടീംസ് എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതാണ്. ഹൾ സിറ്റിക്ക് യുണൈറ്റഡ് പോലുള്ള ഒരു മാച്ച് ആദ്യം വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് യുണൈറ്റഡിന്റെ ഈസി പിന്നെ പലരും പ്രഡിക്ട് ചെയ്ത് ഞാൻ ഉൾപ്പെടെ 0-2 ആണോ 0-3 ആണോ പറഞ്ഞെന്നറിയില്ല. അങ്ങനെ ഹൾ സിറ്റി നമ്മുടെ പ്രഡിക്ഷൻസിലെ ഒക്കെ 20th പൊസിഷൻ ഒക്കെ പറഞ്ഞ് ഒക്കെ ഇരിക്കുന്നു. അപ്പോഴാണ് ഹൾ സിറ്റി പ്രോപ്പർ ഒരു ബ്രിട്ടീഷ് സ്റ്റൈൽ ഫുട്ബോൾ, ഇംഗ്ലീഷ് സ്റ്റൈൽ ഫുട്ബോൾ, അതായത് ഫുൾ ഫിസിക്കൽ, ലോങ് ബോൾസ് ഇടുക, ക്രോസുകൾ ഇടുക, അങ്ങനെ അതിന് പറ്റിയ പ്ലേയേഴ്സും കിടിലൻ എനർജി, ടാക്കിൾസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്ത് യുണൈറ്റഡിനെ ഞങ്ങൾ ഇല്ലാണ്ടാക്കി പറയാം. ഒന്ന് കളിക്കാനും പോലും പറ്റിയിട്ടില്ല. കൂട്ടി യുണൈറ്റഡിന്റെ സെക്കൻഡ് ബോൾ ഡുവൽസ് ഒന്നുമില്ല. ഡുവല് വന്ന ഇവന്മാര് അടിച്ച് താഴെയിടും. ഗണേശൻ കണ്ടായിരുന്നോ കളി? പിന്നെ കളി കണ്ടു. അതായത് നമ്മളെ ഹൾ സിറ്റിയുടെ കളി മറ്റേ കൂമാസ് കളിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ സീസണൊക്കെ മിക്കതും കളി കണ്ടിട്ടുണ്ടായിരുന്നു. അവര് ഒന്നും മാറ്റാതെ അതേ കളി തന്നെയാണ് കളിച്ചത്. നമ്മള് മിത്തറിന്റെ കൂടെയുള്ള പോഡ്കാസ്റ്റ് നമ്മൾ റെലഗേഷൻ ബാറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു, മെക്ബേണിയുടെ ഫാക്ടർ. അപ്പോ അത് നമുക്ക് ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റി. മറ്റേ ഡിഫൻഡേഴ്സിനെ ഡ്രാഗ് ചെയ്ത് അവന്മാരെ പിടിച്ചു നിർത്തുക, എന്നിട്ട് ബോൾ ഡൈവേർട്ട് ചെയ്ത് വിങ് ബാക്സിനെയും വിങ്ങേഴ്സിനും ഓടാൻ വിടുക. പിന്നെ എന്താ പറയാ, മെഗ്വയറിന്റെ ആ ഒരു സീന് മസ്റായിനെ പിടിച്ചു നിർത്തുന്നത്, എടാ ഞാൻ നിന്റെ ടീമാണെന്ന് പറഞ്ഞു. ആ ഒരു ഇത് നല്ലൊരു എന്താ പറയാ ഒരു കോമഡി ഫാക്ടർ ആയിരുന്നു. പക്ഷെ ഗെയിം നോക്കുമ്പോൾ ഇതാണ്, ലൈക് പ്രൊമോട്ട് ചെയ്ത് വരുന്ന ടീംസ് നല്ലോണം ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കളിച്ചു. എല്ലാരും ഒന്നിച്ച് ഡിഫെൻഡ് ചെയ്തു. അവരുടെ വിങ് ബാക്സ് അടിപൊളിയായിട്ട് കളിച്ചു. ലൈക് ടീം എഫേർട്ട്, ലൈക് യുണൈറ്റഡിനെ എവിടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുന്ന അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ ക്രിസ്തു പറഞ്ഞ പോലെ സെക്കൻഡ് ബോൾ ഒരെണ്ണം പോലും അവർ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ സുധീപ് പറഞ്ഞ പോലെ പ്രോപ്പർ ഇംഗ്ലീഷ് സ്റ്റൈൽ, ഓൾഡ് ഇംഗ്ലീഷ് സ്റ്റൈൽ ഫുട്ബോൾ, ക്രോസ് ചെയ്യുക, അത് ബോൾ നിലത്ത് വീഴുമ്പോൾ ഷൂട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ കുറെ ബേസിക് തിങ്സ് ആണ് അവർ ചെയ്തത്. പക്ഷെ അത് മതിയായി. പിന്നെ നമ്മള് പ്രഡിക്ട് ചെയ്ത പോലെ ഹൾ സിറ്റിയുടെ ഗോൾ കീപ്പർ അടിപൊളിയായിരുന്നു. സോ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഓവറോൾ പറയുകയാണെങ്കിൽ യുണൈറ്റഡ് കുറെ ട്രൈ ചെയ്തു. ഇവന്മാര് ആളെണ്ണം കൂട്ടി ഡിഫെൻഡ് ചെയ്യാൻ, അടിക്കുന്നത് ഒന്നും പോസ്റ്റിൽ പോണ്ടേ, ഇവന്മാരുടെ മയത്ത് തന്നെ തട്ടിയാണ് പുറത്തു പോകുന്നത്. എംബുമോ കുറെ ചാൻസസ് കിട്ടി, നമ്മള് ഇസാക്ക് അടിക്കുന്ന പോലെ എല്ലാവരും റഗ്ബി പോസ്റ്റിൽ അടിച്ചത്. അപ്പോ അങ്ങനെ ഒന്നും പറയാനായിട്ടില്ല. ബട്ട് യുണൈറ്റഡ് വർ ലൈക്ക് കൈൻഡ് ഓഫ് ബെറ്റർ. ഈ
ടീലമെൻസിനെയും മറ്റേ സാന്റോസിനെ വെച്ച് ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി കാണും. അവിടെയാണ് രണ്ടിനെ ഒന്നിച്ചിറക്കിയാൽ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി കാണും. ഓവൻ. അതായത് യുണൈറ്റഡ്, ഞാൻ ഇന്നലത്തെ സാറ്റർഡേ നൈറ്റ് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യുണൈറ്റഡ് ഡിഡ്ന്റ് ലുക്ക് റെഡി. അതായത് സീസൺ തുടങ്ങാൻ റെഡി ആയ പോലെ ഫീൽ ചെയ്തില്ല. ഫിസിക്കലി ഫിറ്റ്നസ് വൈസ് മച്ച് ഇൻഫീരിയർ ടു ഹൾ സിറ്റി. ഹൾ സിറ്റി ഇവിടെ കടുവൻ, അവര് യുദ്ധത്തിന് ഇറങ്ങിയ പോലെ ഇറങ്ങി. ഈ സാന്റോസിനും ടീലമെൻസിനും വാട്ട് ഹിറ്റ് ദം, എസ്പെഷ്യലി ഹെവനൊക്കെ ശരിക്കും എക്സ്പോസ് ആയി പാവും. കാരണം മെക്ബേണെ വലിച്ച് പിടിച്ച് അപ്പുറത്ത് ചാടി മറിയുന്നുണ്ടായിരുന്നു. അഗൈൻ നമ്മൾ ലിവർപൂളിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഗെയിം ആണ്, ദറ്റ്സ് നോട്ട് റീഡ് ടു മച്ച് ഇൻ ടു ഇറ്റ്, ബട്ട് കൺസേണിങ് ആണ് അല്ലെ? കൺസേണിങ് യെസ്. പക്ഷെ എന്താ പറയാ, ഇനീഷ്യൽ ഫാൻ റിയാക്ഷൻ ഉണ്ട്. പലരും പറയുന്നത് ഇത് നമ്മൾ ഈ സീസൺ നമ്മളിത് പോയി നമ്മൾ 15th UCL കിട്ടൂല, ഈവൻ ചാമ്പ്യൻസ് ലീഗ് ഫസ്റ്റ് റൗണ്ടിൽ പുറത്താവും എന്നുള്ള ആ ഒരു ലെവലിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് വെരി കൺസേണിങ് ഹള്ളിനോട് തോറ്റു എന്നുള്ളത്. പക്ഷെ ഹള്ളിനോട് തോറ്റ എല്ലാ ഗോൾസും ഇറ്റ്സ് സെയിം പാറ്റേൺ ആണ് എല്ലാം. അവരെ മെക്ബേണി എന്ന് പറഞ്ഞ വലിയൊരു കുന്തമന മുന്നിലുണ്ട്, അവിടേക്ക് ബോൾ അവന്റെ തലയിലേക്ക് എത്തിക്കുക, അവൻ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഇടിച്ചിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നിലത്തേക്ക് ഇടും, സെക്കൻഡ് ബോൾ ഇട്ടുക, അടിക്കുക. എല്ലാവരും ഈ സെറ്റപ്പിൽ കളിക്കണമെന്നില്ല. ഇപ്പം അവർക്കുള്ള ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ മെഗ്വയർ അല്ലാണ്ട് വേറെ ആരും ഏരിയൽ ബാറ്റിലിനെ പറ്റി ആരുമില്ല. മെഗ്വയർ ആണ് പോയിട്ട് മറ്റേ മെസറാവിനെ പിടിച്ചത്. അതോടെ രണ്ടാളെ അവിടെ നള്ളിഫൈ ചെയ്ത്. ബേസിക്കലി മെഗ്വയർക്ക് ഡിഫെൻഡ് ചെയ്യാനും പറ്റുന്നില്ല, മെസറായിക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല അവസ്ഥ വന്നുകൊണ്ട് ഗോൾ അടിച്ചു. പക്ഷെ ഇറ്റ്സ് ഓക്കെ. ഫസ്റ്റ് ഗെയിം ഓഫ് ദ സീസൺ 3 പോയിന്റ് they lost it. They should have won it elsewhere. പക്ഷെ ഇറ്റ്സ് ഓക്കെ. ബാഡ് സ്റ്റാർട്ട് ഇൻ എ വേ ഇസ് ഗുഡ്. കാരണം എക്സ്പെക്ടേഷൻ എല്ലായിടത്തും ഇനി കുറയും. മറ്റേ ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആണ് എന്നുള്ള എക്സ്പെക്ടേഷൻ ഒക്കെ കുറയും. ഇനി ബാക്ക് ടു റിയാലിറ്റി വെർ ദേ ക്യാൻ ബിക്കം ടോപ്പ് 4. ഈ സീസണിൽ അവർക്ക് അത് മാത്രം നോക്കിയാൽ മതി. ടോപ്പ് 4 അല്ലെങ്കിൽ ടോപ്പ് 5 ഏതാണ് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ, അത് കിട്ടുക, ഒരു ഡീസെന്റ് ഇനഫ് റൺ റൗണ്ട് ഓഫ് 16 വരെ എത്തുക. അതാണ് യുണൈറ്റഡിന്റെ ടാർഗറ്റ്. ഫാൻസ് അത് ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്ത് നമ്മൾ ടൈറ്റിൽ ചാലഞ്ചസ് ആണെന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷെ കുറെ കൺസേണിങ് സാധനങ്ങളുണ്ട്. ബ്രൂണോ, നമ്മള് വേർഡ്സിന്റെ പറഞ്ഞ പോലെ തന്നെ, വേർഡ്സ് പോവാണെന്നുണ്ടെങ്കിൽ വേർഡ്സിന്റെ ബാക്കിൽ 2 ആൾ വേണം. അതുപോലെ തന്നെ ബ്രൂണോ മുന്നോട്ട് പോവാണെങ്കിൽ ബ്രൂണോന്റെ ബാക്കിൽ 2 ആൾ വേണം. ആ 2 ആൾക്കാരിൽ ഒന്ന് ടിലമെൻസ് ആണെന്നുണ്ടെങ്കിൽ ആരോടും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. സോ പ്രോബബ്ലി ബലേബ വന്നാൽ കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി ഉണ്ടാവും. പക്ഷെ അപ്പോഴും ഏരിയൽ ത്രെറ്റ് അവർക്കൊരു പ്രശ്നമാണ്. ഈ സെസ്കോനെ വെച്ചിട്ട് ഒറ്റ കാര്യമുള്ളൂ, സെസ്കോനെ വെച്ച് പ്രീ സീസൺ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു വലിയ നഷ്ടമായിരുന്നു. ഫോർവേഡ് ഇല്ലാണ്ടാണ് അവർ പ്രീ സീസൺ എംബോമെ ഫോർവേഡ് ആക്കി വെച്ച് കളിച്ചു നോക്കി പ്രീ സീസണിൽ. എന്നിട്ട് ഫസ്റ്റ് മാച്ചിൽ തന്നെ എംബോമനെ റൈറ്റിലേക്ക് കുഞ്ഞെ വെച്ചിട്ട് കളിച്ചു, ഡോർഗുനെ ഇറക്കി. അപ്പൊ പ്രീ സീസണിൽ വർക്ക് ചെയ്ത കാര്യങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് തോന്നുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് ഒരു അറ്റാക്കിംഗ് ഒരു ഇതില് കുറഞ്ഞു എന്ന് തോന്നി. കുറച്ചും കൂടിയൊക്കെ ബിറ്റുണ്ടായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അതെ, എനിക്ക് തോന്നുന്നു ഡോർഗു വളരെ മോശമായിരുന്നു. ഡോർഗു പാവം, അവന് തെറ്റല്ല, അവന് പൊസിഷൻ അതല്ല, അവൻ വന്നതൊരു 3 at the ബാക്കിൽ വിങ് ബാക്കായി നമ്മളെ ഫ്രിംപോങ്ങിന്റെ അതേ അവസ്ഥയിലായിരിക്കുന്നത്. പുള്ളിനെ കൊണ്ട് പാവം പറ്റുന്നില്ല. ഓക്കെ, എന്തായാലും നമ്മൾ ഇതിനെ കുറിച്ച് അധികം പറയേണ്ട കാര്യമില്ല. യുണൈറ്റഡ് ഫാൻസ് നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങളുണ്ട് കൂടെ. സിറ്റി വേഴ്സസ് ബോൺമത്ത്. സിറ്റിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഗേഹിയൊക്കെയാണ് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ആ ഗെയിം സ്പിരിറ്റ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ദി റിയലി ഗുഡ്. സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം ചെർക്കി ചേഞ്ച് ദ ഗെയിം എന്ന് വേണം. അതെ, പറഞ്ഞോളൂ. ഈ ഒരു ഗെയിമിൽ ദേ റിയലി സ്റ്റാർട്ടഡ് വെൽ ബൈ ദ വേ. അവർ ബോൺമൗത്ത് ആണ് ഗോൾ അടിച്ചതിന് ശേഷം കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിലും സിറ്റി അതിന് മുന്നേ ദേ വർ ടെറിഫൈയിങ്ലി ഗുഡ്. ഹാലൻഡിന്റെ മിസ്സൊക്കെ, അത് ഹാലൻഡ് ഇനി മിസ്സാക്കുമോന്ന് പോലും ഡൗട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. എനിക്ക് ഗബ്രിയലിനെ ഓർമ്മ വന്നു, ചെസ്റ്റ് ചെയ്ത് ഗോൾ കീപ്പറുടെ കൈ കൊടുത്തു. അപ്പൊ അതൊക്കെ വെരി റെയർ കേസാണ്. പക്ഷെ അവർക്ക് 3-4 ചാൻസ് എന്റെ ഓർമ്മയിലുണ്ട് അവർ ബേൺമൗത്ത് ഫസ്റ്റ് ഗോൾ അടിക്കുന്നതിന് മുന്നേ തന്നെ. സോ സിറ്റി വാസ് ഗുഡ് ഓൺ ദ ഓഫൻസ്.
പക്ഷേ കമ്മ്യൂണിറ്റി ഷീൽഡിൽ നമ്മൾ കണ്ടതും അത് കഴിഞ്ഞ് ഇന്നലെ കണ്ടതിലും സിറ്റി ഇൻ ഡിഫൻസ് ഇസ് നോട്ട് ഇൻപെനിട്രബിൾ. മറ്റേ പെപ് ഗാർഡിയോളയുടെ അണ്ടറിൽ കഴിഞ്ഞ സീസണിലല്ല, അതിന്റെ മുന്നത്തെ സീസണിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൻ സിറ്റി ടേക്സ് എ ലീഡ് അവർ കളി ജയിച്ചു എന്ന് നമ്മൾ എഴുതി തള്ളാറുണ്ട്. കാരണം അവർ ബോളും വെച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കും, ബസ് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബോൾ കൺട്രോൾ ചെയ്യും. ആ സാധനം അവർക്ക് ഇപ്പൊ കുറച്ച് കുറവാണ്. അവർ കുറെയൊക്കെ ഡയറക്റ്റ് ആയി മാറുന്നുണ്ട്. അപ്പം ദാറ്റ്സ് എ ചേഞ്ച് ആൻഡ് ദാറ്റ്സ് എ വൾനറബിലിറ്റി ആസ് വെൽ. അത് മാസ്റ്റർ ചെയ്യുന്നവരെ ആ ഒരു പ്രശ്നം വരും. ഹാലൻഡിന്റെ അവസ്ഥ ഞാൻ എഫ് എ കപ്പ് വെച്ച് നോക്കുമ്പോ മച്ച് ബെറ്റർ പെർഫോമൻസ് വേണം. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം അവര് സ്റ്റാർട്ട് ചെയ്ത ഗെയിം അടിപൊളി കമ്മ്യൂണിറ്റി ഷീറ്റ്. അത് വെച്ച് നോക്കുമ്പോ അവര് ആ സ്റ്റാർട്ട് ചെയ്ത ഒരു 20 മിനിറ്റ് ഒക്കെ അടിപൊളിയായിട്ട് കളിച്ചു. ഇതെന്ത് സിറ്റി ഇങ്ങനെ കളിക്കുന്നത് തോന്നി. അതായത് റണ്ണിങ് റയറ്റ്, ബോർഡ്മൗത്തിന് ടച്ച് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ പിന്നെ സെമേനിയോ റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ് കളിക്കാൻ തുടങ്ങി. അതൊക്കെ നല്ലൊരു പോസിറ്റീവ് ആയിരുന്നു. നിക്കോ റെയിലിയുടെ ആ ഒരു ബോളും വെച്ചിട്ടുള്ള റണ്ണ്, അതായത് ആ എൻഡ് ഓഫ് ദ പിച്ചിൽ നിന്ന് ഈ എൻഡ് വരെ ഓടി ഹാലൻഡ് ഗോൾ അടിക്കാത്തത് എന്ത് ചീത്ത പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല. അമ്മാതിരി ബോളായിരുന്നു. ഓൺ എ പ്ലേ ടീസേർവ്. അപ്പോ അതൊരു നല്ലൊരു മൂവായിരുന്നു. പിന്നെ ബോൺമൗത്ത് അടിപൊളിയായിട്ട് കളിച്ചു. പിന്നെ അടിപൊളിയായിട്ട് പറയുകയാണെങ്കിൽ ആ മറ്റേ ഗ്വാർഡിയോളിന്റെ ഗോള് കിടിലം. ആ പാസമൊക്കെ ആ ഒരു ടേണും ഫിനിഷും കിടിലായിരുന്നു. സോ സിറ്റി എന്താ പറയാ, ഈ മൂപ്പര് നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് മറ്റേ ചാർജ് എടുത്തത് ഈ സീസൺ ആണെങ്കിൽ മൂപ്പർക്ക് മുമ്പേ അറിയാം ഞാൻ സിറ്റി വെച്ചാണ് കളിക്കാൻ പോകുന്നത്. അപ്പോ അതൊരു പ്ലെയർ സെറ്റിലായ പോലെ തോന്നുന്നുണ്ട്. എക്സെപ്റ്റ് ഹാലൻഡ് കൂടെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ അവന്മാർ അടിച്ചു കീറും, ഉറപ്പാണ്. അതെ, ഈ ചെർക്കിയുടെ ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം, ചെർക്കിയുടെ ഇമ്പാക്ട് അവർക്ക് നല്ലതാണ്. മിഡ്ഫീൽഡിൽ മിഡ്ഫീൽഡിൽ കളിച്ചതും ഭയങ്കര രസമായിട്ട് തോന്നി. അവർക്ക് അതിനുള്ള പ്ലേയേഴ്സ് ഉണ്ട് ആക്ച്വലി. 1-2 സൈനിങ്സ് വരുന്നുണ്ട്. അതും കൂടി ആവുമ്പോ അവർ സെറ്റ് ആവുമെന്ന് തോന്നുന്നു. 1-2 ഒരു 4-5 വരും തോന്നുന്നു. ബുവാദി, എൻസോ. ഒറ്റ കാര്യം കൂടി, എന്റെ പ്രഡിക്ഷൻ കറക്റ്റ് ആയിരുന്നു കേട്ടോ. സിറ്റിയുടെ മാച്ച് ഞാൻ 2-1 ആണ് പ്രഡിക്ട് ചെയ്തത്. എന്റെ കറക്റ്റ് പ്രഡിക്ഷൻ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളുടെ എനിക്ക് ഓർമ്മയില്ല. 2-2 1-1 എന്തോ ആയിരുന്നു അവിടെ. എനിക്ക് ഓർമ്മയില്ല. ഞാൻ 2-1 ബോർഡ്മൗത്ത് ജയിക്കുന്നു വിചാരിച്ചു. അവർക്ക് ജയിക്കായിരുന്നു, അത്രക്ക് ചാൻസ് കിട്ടി. സിറ്റിക്ക് അതിലും കൂടുതൽ ചാൻസ് ഉണ്ട്. ഗേഹിന്റെ ഫ്രീ ഹെഡർ, ഗേഹി അടിച്ച ഗോൾ ഡിഫ്ലക്റ്റഡ് ആണെന്നുണ്ടെങ്കിലും ഗേഹിന്റെ അതിന് മുന്നേ ഫ്രീ ഹെഡർ ഒക്കെ ഉണ്ടായിരുന്നു പുറത്തേക്ക് അടിച്ചത്. അടുത്ത ഗെയിം എക്സ്പെക്റ്റഡ് അല്ലേ? 3 പ്ലേയേഴ്സ് മാറിയ നമ്മൾ ഇങ്ങനെയാണ്, 2 പ്ലെയർ മാറിയ യുണൈറ്റഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 11 പ്ലെയർ മാറിയ സ്പേഴ്സ് പിന്നെ എങ്ങനെ കളിക്കാനാ? അല്ല, സ്പേഴ്സിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയ ഒരു സാധനം എന്ന് വെച്ചാൽ ലൈനപ്പ് ആണ് സർപ്രൈസിങ് അല്ലേ. മറ്റേസ് ഫെർണാണ്ടസ് കളിച്ചിട്ടില്ല, വെച്ചും ബർഗ്വാളിനെ വെച്ചും മൂറിനെ വെച്ചും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, റിച്ചാർലിസൺ സ്റ്റാർട്ട് ചെയ്തു, വിൽക്കാൻ വെച്ച പ്ലേയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത പോലെ. അതാണ് നമ്മളിപ്പോ ബോബി പറഞ്ഞ പോലെ 11 ചേഞ്ചസ് ഒന്നും ഉണ്ടായില്ല. അതാണ് സ്പേഴ്സിന് പറ്റിയത്. നമ്മൾ ആ പ്രീ മാച്ചിന് വന്നു കഴിഞ്ഞപ്പോ സ്പേഴ്സിന്റെ ലൈനപ്പ് കണ്ടപ്പോ തന്നെ നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ പ്രഡിക്ട് ചെയ്ത പോലെ അപ്പൊ തന്നെ മാറ്റി പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ആ ലൈനപ്പ് അത്രയും വീക്ക് ലൈനപ്പാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ബ്രെൻഫോർഡ് ആണെങ്കിൽ അവര് കിട്ടില്ല, അതുപോലെ ആ ടീം തന്നെ വയ്ക്കുകയും അതില് നല്ല പ്ലേയേഴ്സിനെ ആഡ് ചെയ്തു. ശങ്കാര, ഓഫ്കോഴ്സ് ഗണേശ് പറയാനിരിക്കും ശങ്കാരെ കുറിച്ചൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾക്ക് അവർക്ക് വന്നു. അവരുടെ സ്റ്റൈലും അവര് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവര് ഡിസേർവിംഗ് ആയിരുന്നു, വെൽ ഡിസേർവിംഗ് ആയിരുന്നു. അല്ല പക്ഷെ ഇതന്നെ ഇപ്പൊ പുതിയ പ്ലേയേഴ്സ് എല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ യു ഗെറ്റ് 11 ന്യൂ പ്ലേയേഴ്സ് ഓൺ ദ പിച്ച്. അതൊരിക്കലും ഒരു മാനേജറിന്. അപ്പം ബാക്കിയുള്ള പഴയ പ്ലേയേഴ്സ് കുറച്ച് വെച്ചു അവർ കളിക്കുന്നു എന്നുള്ളതാണ്. അവിടെയും സിങ്ക് ഇല്ല, കാരണം പഴയ പ്ലേയേഴ്സും പുതിയ പ്ലേയേഴ്സും എന്താന്നുള്ളത് അറിയില്ല. എനിക്ക് തോന്നിയത് ഇപ്പൊ ഈ ബർഗ്വാളിനെ മറ്റേസ് ഫെർണാണ്ടസ് പ്രീ സീസൺ മൊത്തം കളിച്ചിട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റേസ് ഫെർണാണ്ടസിനെ കളിപ്പിക്കാതെ പിന്നെ എന്താണ് ഇയാൾ ചെയ്യുന്നത്? എന്നിട്ട് ഇത് ഈ ടീം ബിൽഡ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും എന്ന് പറയുന്നു. സെക്കൻഡ് ഹാഫിൽ എന്നിട്ട് ആ 46-ാം മിനിറ്റില് മറ്റേസ് ഫെർണാണ്ടസിനെ കൊണ്ട് ഇറക്കിയിട്ട്
അതെ അത് ആദ്യം തന്നെ ഇറക്കിയ കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കിട്ടിയേനെ. ബെൻതാൻകൂറിനെ ഇറക്കായിരുന്നു. മത്തേസ് ഫെർണാണ്ടസും ബെൻതാൻകൂർ ആദ്യം തന്നെ കളിക്കായിരുന്നു. നല്ല രസമുണ്ടായിരിക്കും കളി കാണാൻ. ഇതിപ്പോ പിന്നെ മറ്റേ മാനെ ബീറ്റ് ചെയ്യുക, എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് ആ മാനിനെ തിരിച്ചും ഗെയിമിനകത്ത് കൊണ്ടുവരും. പിന്നെയും ബീറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അവൻ ബോൾ എടുത്തോണ്ട് ഓടും. കയോഡേനെ അടിപൊളിയായിട്ട് ഡ്രിബിൾ ചെയ്ത് കിടക്കുന്നുണ്ട്. തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരിക. അപ്പൊ പ്ലെയർ പിന്നെയും ആ ഗെയിമിനകത്തുണ്ട്. എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടെ പോയി ക്രോസ് ചെയ്യാതെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രിബിൾ ചെയ്യുക. ഒരു എൻ പ്രോഡക്റ്റ് ഇല്ലാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. റോബർട്ട്സൺ പരമാവധി എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു. കുറെ ബോൾസ് ഒക്കെ മര്യാദയ്ക്ക് പാസ് ചെയ്തു. കുറെ ട്രാക്ക് ബാക്ക് ചെയ്ത് ഡിഫെൻഡ് ഒക്കെ ചെയ്തു, ഇല്ലാന്ന് പറയുന്നില്ല. ബട്ട് ബ്രെൻഫോർഡ് അവരുടെ പഴയ ടാക്ടിക്സിൽ പുതിയ അഡീഷൻസ് വെച്ചിട്ട് അടിച്ചു പൊളിച്ചു കളിച്ചു. അമ്മാതിരി ഇന്റൻസിറ്റി ആയിരുന്നു ഗെയിമില്. അതായത് എനിക്ക് മധു തോന്നുന്നു സങ്കർ അവിടെ പോയതിൽ വളരെ സങ്കടമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. 41 മില്യൺ കിട്ടുന്ന ഒരു മര്യാദക്കുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ്. സ്പേഴ്സ് നെക്സ്റ്റ് ഗെയിം മാർമോഷും ചിലപ്പം ഗാക്പോ, കുറച്ച് വേറൊരു നിക്കോ ഗോൺസാലസ്, ഇവരൊക്കെ സ്പേഴ്സിനല്ല, സോറി ന്യൂകാസിലാണ്. അതെ. അപ്പൊ എന്തായാലും ഈ മാച്ചസ് ഫൈനൽ സ്റ്റാർട്ട് ചെയ്താൽ ഐ തിങ്ക് ദിൽ ഹാവ് എ ബെറ്റർ. മാർമോഷ് വിൽ ബി ക്രിട്ടിക്കൽ. മാർമോഷ് ഐ റിയലി റേറ്റ് ഹിം ആസ് എ സ്ട്രൈക്കർ. ഈസ് എ വെരി ഗുഡ് പ്ലെയർ. സിറ്റി പോയാൽ നോക്കണ്ട, സിറ്റി പോയി ഒരു സ്ട്രൈക്കർ ഗുണം പിടിച്ചിട്ടില്ല. മറ്റേ ഹാലൻഡ് ഒഴികെ, അഗ്വേറോ ഒഴികെ ബാക്കി എല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. എന്തായാലും ബ്രെൻഫോർഡ് വളരെ പോസിറ്റീവ് ആണ്. ഐ തിങ്ക് ദേ വിൽ ഡു വെൽ. ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു സെക്കൻഡ് സീസൺ സിൻഡ്രോം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന്. നോക്കാം, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആസ്റ്റൺ വില്ല ഓബിൻ പറഞ്ഞ സ്ഥാനം തന്നെ അവർക്ക്, അതുകൊണ്ട് തന്നെ ഒന്നും ഇല്ലാണ്ടായി പോയി. ടു മെനി ചേഞ്ചസ് അഗൈൻ. നമ്മളിപ്പം സ്പേഴ്സിനോട് പറഞ്ഞ പോലെ തന്നെ അവർക്കും അവരെ ലൈനപ്പിൽ കുറെ മാറ്റങ്ങളുണ്ട്. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെട്ട് വരണ്ടേ? പക്ഷെ ജോ ഗോമസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ജോ ഗോമസ് സ്റ്റാർട്ട് ചെയ്തു. പോയല്ലോ അപ്പൊ തന്നെ അത് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഈ പറഞ്ഞ പോലെ വാറ്റ്കിൻസ് കളിച്ചിട്ട് വാറ്റ്കിൻസ് എന്താ കളിക്കാത്തത് ഇത് കഴിഞ്ഞ് പ്രസ് കോൺഫറൻസ് അല്ല ഇത് കഴിഞ്ഞ് ഇന്റർവ്യൂവിൽ ചോദിച്ചു കഴിഞ്ഞപ്പോ സൈലൻസ് എന്നാ പറയാ. ഒന്നും പ്രീ മാച്ചിൽ പറഞ്ഞിരുന്നല്ലോ പോകുന്നുള്ളത്, പോവായിരിക്കുന്നുള്ളത്. എനിക്ക് വില്ലയെ കുറിച്ച് പറയണേക്കാളും ബ്രൈറ്റന്റെ പെർഫോമൻസ് ആണ്. ബ്രൈറ്റൻ ഏതാ ഷോയില് പറഞ്ഞു കിച്ചൽവുഡിന്റെ കാര്യവും ഡി ക്വീപ്പറിന്റെ കാര്യമൊക്കെ. അത് ഞാൻ ഡി ക്വീപ്പറിന്റെ ഞാൻ സീക്രട്ട് ആക്കി വെച്ചത്. അതായത് മിറ്റോമ ഇഞ്ചറിയാണ്, മിൻറ്റ ഇഞ്ചറിയാണ്, ബലേബ പോവാൻ നിൽക്കണു. അവരുടെ ടീം ആക്ച്വലി വീക്കാണ് കഴിഞ്ഞ സീസണിലെ ടീം അപേക്ഷിച്ച്. പക്ഷെ എന്നിട്ടും അവര് ആ ഇന്റൻസിറ്റിയോടുകൂടി അത്രയും ക്ലിയർ അവരുടെ ഫിലോസഫി അനുസരിച്ച് കളിച്ച കളിയെ കിട്ടിലൻ കളിയെ. ഡി ക്വീപ്പറൊക്കെ ഫോർവേഡ് ആയിട്ടൊക്കെ ചില സമയത്ത് പൊസിഷൻ ചെയ്തിരുന്നത്. അത് റൂട്ടർ ഇറങ്ങി കളിക്കുമ്പോൾ ആള് പല സമയത്തും ഏറ്റവും ഫ്രണ്ടിലുള്ള പ്ലെയർ ഒക്കെ. ഹിൻഷൽവുഡ് ഒരു പ്രോപ്പർ നമ്പർ 8 പോലെ എപ്പോഴും ബോക്സിലേക്ക് ഓടി കയറുക, അങ്ങനെയുള്ള ഒരു സാധനം. കഴിഞ്ഞ സീസണിൽ നിന്ന് ബ്രൈറ്റൺ പ്ലേയേഴ്സ് നഷ്ടപ്പെടുമ്പോഴും വീണ്ടും മെച്ചപ്പെടുക. അവരുടെ യങ് പ്ലേയേഴ്സ് ഒക്കെ വന്നത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലൊക്കെ അവർക്ക് ഇന്ത്യ ഒന്നും പോയ ഒരു പ്രശ്നമില്ല, ബലേബോ പോയ ഒരു പ്രശ്നമില്ല. അതിനുള്ള പ്ലേയേഴ്സ് അവർക്ക് ഓൾറെഡി ഉണ്ട്, ഒരു പ്രശ്നവും വരില്ല. അവർ ബ്രൈറ്റൺ ഫാൻസ് ഭയങ്കര ഹാപ്പി. ഞാൻ അവരുടെ റീഡിറ്റ് ഫോളോ ചെയ്യുന്നത്. എന്തായാലും ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മൾ മെയിൻ ഫീച്ചർ മാച്ച് ആയിട്ട് നോക്കുന്നത് ആർസണൽ വേഴ്സസ് കവൻട്രി. ആർസണൽ വെർ മൈൻഡ് ബ്ലോയിങ്. സോളിസ് വാട്ട് എ സൈനിങ്. ബ്രൂണോ ഗമാരിഷ് ഇഞ്ചേർഡ് ആയെങ്കിലും ഐ തിങ്ക് സ്പെഷ്യൽ mention should be given to Lewis Kelly. He was really, really good in the midfield. Rice, as usual, was good. Coventry zero പോലും ഇട്ടില്ല ഞാൻ. ഓക്കെ, കവൻട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ദേ ട്രൈഡ്, പക്ഷെ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെയാണ് എനിക്ക് ഈ ലാംപാർഡ് എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ഡൗട്ട് ഉള്ളത്. കാരണം ഹി വാണ്ട്സ് ടു പ്ലേ ദ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ. അതുപോലെ ചെൽസിയോ അല്ലെങ്കിൽ ലിവർപൂളോ സിറ്റി സ്ക്വാഡ് വെച്ചിട്ട് ചിലപ്പോൾ ട്രൈ ചെയ്താൽ പിന്നെ ഒരു പരിധി വരെ ഓക്കെ. കോവൻട്രിയും ഇപ്സിച്ചും ഹള്ളും വെച്ചിട്ടൊക്കെ അത് ട്രൈ ചെയ്താൽ കൊട്ടക്കണക്കിന് വാങ്ങി കൊണ്ടുവരും. ഇല്ലെങ്കിൽ ദേ നീഡ് ടു ചൂസ് ദ ഗെയിംസ്. ഓക്കെ, സിറ്റി ഗെയിം, എറ്റിഹാഡ് ഗെയിം ഒക്കെ വന്ന് ഏത് മാനേജർ ആയിരുന്നത്? ഇപ്സിച്ച് മാനേജർ അല്ലേ മാർട്ടിനോട് പറഞ്ഞത്, വി വോണ്ട് ഗോ ടു എറ്റിഹാഡ് ആൻഡ് പ്ലേ അറ്റാക്കിംഗ് ഫുട്ബോൾ.
അതുപോലെ ഗെയിം ചൂസ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോ ഫസ്റ്റത്തെ കളി 25 വർഷത്തിന് ശേഷം വരികയാണ്, ഫസ്റ്റത്തെ കളി എമിറേറ്റ്സിൽ പോകുന്നു, ഞങ്ങൾ എക്സ്പാൻസീവ് ഫുട്ബോൾ കളിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. യു ഗോ ഫോർ എ 0-0 ഡ്രോ, ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്നടിക്കുക, എന്നിട്ട് സിറ്റ് ബാക്ക്, അവസാനം 1-1 ആകുമ്പോൾ ടേക്ക് എ പോയിന്റ്. ആ ഒരു സാധനത്തിലേക്ക് മാറണം. അപ്പം യു ചൂസ് യുവർ ഗെയിം, ഏത് കളി ഞാൻ അറ്റാക്ക് ചെയ്യണം, ഏത് കളി ഞാൻ ചെയ്യാണ്ടിരിക്കണം എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ കളിയും ഇതുപോലെ ചെയ്യാൻ പോയാൽ ലാംപാർഡ് മിക്കവാറും തിരിച്ച് ചാമ്പ്യൻഷിപ്പിലേക്ക് പോകേണ്ടി വരും. പക്ഷെ അവർ പറഞ്ഞിട്ടില്ല, ആർസണൽ ഈസ് ടു ഗുഡ്. എല്ലാ പൊസിഷനിലും അവർക്ക് നല്ല പ്ലേയേഴ്സ് ആയി. അവർക്ക് ഒഡേഗാർഡ്, അതാണ് വേറൊരു കാര്യം നമ്മൾ പറയാത്ത. ഒഡേഗാർഡ് വീണ്ടും ഫോമിലേക്കായി. ഒഡേഗാർഡിന്റെ കളിയൊക്കെ കുറച്ചും കൂടി അറ്റാക്കിംഗ് ഒരു ഫ്രീഡം കൊടുത്ത പോലെ തോന്നി ഒഡേഗാർഡിന്റെ പെർഫോമൻസ്. അവര് ശരിക്കും ഈ സീസണിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടി. അവർ പുതിയൊരു സൈനിങ് പോലെയായി. കഴിഞ്ഞ സീസണിൽ ഒഡേഗാർഡ് എങ്ങനെയായിരുന്നു, കുറെ കൂടി അറ്റാക്കിംഗ്. പിന്നെ സോളിസ് ഓഫ് കോഴ്സ്. ഇനിയിപ്പോ ഒരു സൈനിങ് അവിടെ നടത്തി കഴിഞ്ഞാൽ സോളിസ് ബെഞ്ചിൽ ഇരിക്കുമോ എന്നറിയില്ല. എന്തായാലും സോളിസ് ഡിസേർവ് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഹാവേർഡ്സും നല്ല സ്ട്രോങ് സൈഡ്. ഒരു മൂവ്മെന്റ്സ് പറയാനില്ല. എല്ലാ പൊസിഷനിലും അതിന്റെ ആവശ്യമുള്ള പ്ലേയേഴ്സ്. Yes, I will just talk about other results. Important results. ഞാൻ പറയാം. Everton's win against Palace was excellent. Everton played really well. Leeds winning away at Nottingham Forest ഒരു വലിയ റിസൾട്ട് ആണ് in terms of Leeds season. അതിന്റെ prediction കറക്റ്റായി. Yes. അതിന്റെ prediction കറക്റ്റ്. Ipswich Town versus Sunderland. Ipswich winning against Sunderland was a surprise result, and what a performance by Enciso. Enciso എനിക്ക് തോന്നുന്നു ഈ സീസണിൽ വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ് ടു വാച്ച്. ഫില്ലം പ്ലെയർ ആണ്. നമ്മുടെ ലാസ്റ്റ് ടൈമിലെ പ്രൊഡിക്ഷന്റെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് മാച്ച് ചെയ്യായിരുന്നു. അത് എന്തായാലും ചെയ്യാം. നമ്മള് ഒരു സൂപ്പർ ബ്രൂ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. നമ്മൾ പ്രൊഡിക്ഷൻ ഗെയിം കളിക്കുന്ന ആപ്പാണ്. നമുക്ക് അതിലെല്ലാവർക്കും നമുക്ക് ഇത് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റർ ചെയ്യാം. അതില് അത് കറക്റ്റ് നമുക്ക് അടുത്ത സീസണിൽ എടുത്ത് നോക്കാം. യെസ്. ഇനിയിപ്പോൾ ഇന്നത്തെ മാച്ച് അത് പിന്നെ പറയേണ്ട കാര്യമില്ല. ഫുളം വേഴ്സസ് ചെൽസി വിൽ ബി ദെയർ ടുനൈറ്റ്. സോ അത് നാളെ നിങ്ങൾ കാണുമ്പോഴേക്കും അതിന്റെ റിസൾട്ട് വരും. ചെൽസി എങ്ങനെയുണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് പറയാം. എനിത്തിങ് എൽസ് ടു ആഡ് ഈ റിവ്യൂല്? ഐ തിങ്ക് വി കവേർഡ് ഓൾമോസ്റ്റ് എവറിത്തിങ്. പാസിംഗ് ബൈ മെൻഷൻസ് നമ്മൾ PL അല്ല, സിൻസ് ഫസ്റ്റ് ഗെയിം ഓഫ് ദി വീക്ക് ആയതുകൊണ്ട് VRL അത്ലറ്റിക്കോ 2-2 ആയിരുന്നു. യെസ്, മറ്റേ ഹൂലിയൻ ആൽവാരേസിന് നല്ല ഗോൾ കിട്ടി പാവം. റയൽ മാഡ്രിഡ് വേഴ്സസ് എസ്പാന്യോൾ ഞാൻ കണ്ടിരുന്നു കളി. SP ലാസ്റ്റ് മിനിറ്റ് ഗോൾ. SP is going to be one hell of a player for Madrid. Madridന്റെ പറ്റിയ പ്ലെയർ ആണ്. ക്ലച്ച് ആണ്. ലാസ്റ്റ് മിനിറ്റ് അവർക്ക് പ്ലാൻ ബി ആണ്. എല്ലാം ഇതായി കഴിഞ്ഞാൽ SP will come, and I think Mourinho സൈനിങ് ആണത്. Mourinho is very happy with SP. ബാഴ്സലോണ ഇന്നലെ വർ മൈൻഡ് ബ്ലോയിങ്. എൽചെ പിന്നെ പാവം വയ്യ അവർക്ക്. എന്നാലും ഗോർഡൻ വന്നു വിതിൻ 2 minutes, വിതിൻ 10 minutes 2 അസിസ്റ്റ്. ഫെർമിൻ സ്കോർഡ്, റഫീനിയ സ്കോർഡ്. ഓടിച്ചേൽപ്പിക്കുകയാണ്. എന്താ പേസ് എന്റെ അമ്മ. അവിടെ ഈ പേസ് അവിടെ കൂടുതലാണ് എന്റെ അമ്മേ. ആ ഡിഫൻഡർ പുറകെ ഓടുന്നുണ്ട്. പക്ഷെ ഉസൈൻ ബോൾട്ട് പോലെ ആ ഗ്യാപ്പ് ലീഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. അവസാനം ഗോൾ കീപ്പർ ആയിട്ട് 1-1 കൊടുത്ത് ഗോൾ അടിക്കുക. എന്താ ഇനി ആൽവാരേസും കൂടി വരുമോ ഇല്ലയോന്ന് ബാസ ഫാൻസ് വെയിറ്റ് ആൻഡ് വാച്ച്. പിന്നെയുള്ളത് എനിക്ക് ഐ തിങ്ക് വി ഹാവ് ടു മെൻഷൻ ദിസ് ഗൈ, ഗവിയുടെ ഇഞ്ചുറി. ദാറ്റ് വാസ് സാഡ്. ഗവി വീണ്ടും ഗവിയുടെ ഇഞ്ചുറി റിപ്പോർട്ട്സ് വന്നു. ബ്രൂയിസ് മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. MRI കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. ബ്രൂയിസ് മാത്രമേ ഉള്ളൂ. അടുത്ത ഗെയിം ആണെങ്കിൽ ബെഞ്ചിൽ ഉണ്ടാവും. സ്റ്റാർട്ട് ചെയ്യും തോന്നുന്നില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, റാഫീനിയ ഫോൾസ് 9 ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഫെർമിൻ ലോപ്പസ് ഫോൾസ് 9 ആയിട്ട് വന്നു. രണ്ടുപേരും 2 ഗോൾ വെച്ചടിച്ചു. സ്പീക്കിംഗ് ഓഫ് ബാർസ ആൻഡ് സ്പീക്കിംഗ് ഓഫ് 2 ഗോൾ, ബാർസയിൽ പോയ ഫെറാൻഡോർസും 2 റൺ അടിച്ചു. PSG അതും കണ്ടിരുന്നു. രണ്ടാമത്തെ ഗോളിന്റെ ഹെഡർ അടിപൊളിയായിരുന്നു. ഫാബിയൻ റൂയിസ്. ആക്ച്വലി ഞാൻ ഇന്നലെ സെക്കൻഡ് ഹാഫ് ആണ് കണ്ടത്. അപ്പൊ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ ഞാൻ കളി കഴിഞ്ഞു. ഞാൻ മറ്റേ ഫുൾ ടൈം കണ്ടു. അപ്പോ ഗ്രൂപ്പിൽ പറഞ്ഞു ഹാഫ് ടൈം ആയിട്ടേ ഉള്ളൂ. ആൻഡ് ദെൻ നമ്മുടെ
ഷാഫി. Luis Enrique put അതെ. Picagot on, he put അതെ. മറ്റേ ഒരു പ്ലെയർ ഉണ്ടല്ലോ, മറ്റേ Ferran വെച്ച് Torres വന്നു. on, Batley was- then game changed, but fluid അല്ല PSG. അതെ. Set ആയി അല്ല, വരുന്നുള്ളൂ. റെന്നിന് ലാസ്റ്റ് മിനിറ്റ് 90th മിനിറ്റിൽ ഒരു കിട്ടില്ല ചാൻസ്, അത് ആ Yes. ഹാൻഡ് ആയിരുന്നു അത്. എനിക്ക് അത് ഞാൻ റീപ്ലേ അതിൽ കണ്ടില്ല, അത് ഗോൾ ലൈൻ സേവ് ചെയ്യും Yeah. ഡിഫൻഡറിന്റെ, അത് ഹാൻഡ് ആയിരുന്നു സംശയം. ശരിക്കും അവർക്ക് ജയിക്കായിരുന്നു, റെന്നിന് ജയിക്കാൻ തന്നെ പറ്റുന്ന ജയിക്കായിരുന്നു. ബട്ട് PSG had too much quality. അതാണ് പ്രശ്നം. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ നിന്നാണ് വരുന്നത് വികാഗോട്സും മറ്റേ ഇതൊക്കെ. നമ്മളിപ്പോ ആർസണലിനെ കുറിച്ച് പറയുന്ന പോലെ അതിന്റെ ഒരു പ്രോമാക്സ് വേർഷൻ ആണ് PSG. സ്കേലിനൊക്കെ അടിച്ച് കയറ്റിയാത്തോട്ട് എന്നിട്ട് മെക്കാഗോട്സിനെയും മറ്റേനൊക്കെ ഇറക്കുന്നത് എന്തായാലേ. യെസ്, സോ അതൊക്കെയായിരുന്നു റിസൾട്ട്. സം മോർ റിസൾട്ട്സ് ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ്. അതെനിക്ക് തോന്നുന്നു ബാക്കി സിരിയ പറയണോ? റിസൾട്ട് സിരിയ ഫസ്റ്റ് ഗോൾ കണ്ടിരുന്നോ? ഹക്കൻ കാനാലിൽ ഇഡിലൻ. ഗോൾ കണ്ടിരുന്നോ? ഇല്ല. ഇഡിലൻ ഗോള് ഞാൻ കണ്ടു. ഇമാതിരി സ്ട്രൈക്ക് അടിക്കാൻ അവനെ കൊണ്ടേ പറ്റുള്ളൂ. ഇമാതിരി അടി അവനെ കൊണ്ടേ പറ്റുള്ളൂ. 4-1 ജയിച്ചു. പക്ഷെ that goal പിന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്രയും പവറോടെ ഇത്രയും പ്രൊസിഷനോടെ ഗോൾ ഈ ആ സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ എന്താ പറയുക കോൺടാക്ട് ചെയ്യണമെങ്കിൽ മൂപ്പരെ കൊണ്ടേ പറ്റുള്ളൂ. വൺ ഓഫ് ദ ക്ലീൻ സ്ട്രൈക്കേഴ്സ് ഓഫ് ഫുട്ബോൾ. വാവ്. ഗോൾ കീപ്പറുടെ നേരത്തെ പോയിരിക്കണം, പക്ഷെ തടുക്കാൻ പറ്റിയില്ല. ഗോൾ കീപ്പറുടെ നേരത്തെ പോയിരിക്കണം. റൂബൻ അമോറിം വിന്നിംഗ് സ്റ്റാർട്ട് അവേ ടൊറിനോ ഫോർ മിലാൻ. കംഫർട്ടബിൾ ഗെയിം ആയിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ആണ് മറ്റേ ഓടിച്ചത്. യുവന്റസ് 1, ഇന്റർ മിലാനില് കർട്ടിസ് ജോൺസ് സ്ക്വാഡിൽ ഇല്ലായിരുന്നു, ടു ഏർലി. അതെ, ജോൺ സ്റ്റോൺസ് കളിച്ചു. നാപ്പോളി 1. So a lot of results across Europe. You'll have it in Sudeep's episode. പിന്നെ ഒരു കാര്യം കൂടി അറിയാം, മുഹമ്മദ് സല നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ എപ്പോഴും. സല 4 ഗോൾ അടിച്ചു ആക്ച്വലി. 2 പക്ഷേ ഒരെണ്ണം സെന്ററിൽ നിന്ന് അടിച്ചൊരു ഗോൾ ഉണ്ടായിരുന്നു, കിട്ടില്ല ഒരു ഗോൾ. അതെ, അത് പക്ഷെ അതില് അത് മറ്റേ ഫൗളോ എന്തോ ഓഫ് സൈഡോ അങ്ങനെ എന്തോ കാരണം കൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. കിട്ടില്ല ഷോട്ടായിരുന്നു. എന്തായാലും സ്ഥലം അവിടെ ചെന്ന് തകർക്കുന്നുണ്ട്. 2-1 വിന്ന്. ഫസ്റ്റ് ഗെയിം ഓഫ് ദ വീക്കിൽ സല ഗോൾ അടിച്ചില്ലെങ്കിൽ ശരിയാവും. അതൊരു ആചാരമല്ലേ. ഇന്നലെ കളിച്ചിരുന്നെങ്കിൽ ഇന്നലെ ലിവർപൂളിന് വേണ്ടി അടിച്ചേനെ പെനാൽറ്റി സ്ഥലം എടുത്തേനെ. അതെ, അല്ലെങ്കിൽ എങ്ങനെ അടിച്ചേനെ. Yes guys, അപ്പോൾ thank you so much. We will be back on Thursday, I think. നമ്മൾ അങ്ങനെയല്ല പ്ലാൻ ചെയ്തത്. Thursday for the preview of next weekend's games. And മറ്റന്നാൾ കുറച്ച് സ്പെഷ്യൽ ഷോസ് വരുന്നുണ്ട്, അതർ സൈഡ് വരുന്നുണ്ട്. FPL show will be there on Thursday as well. So thank you so much for subscribing. അത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. We will be back.